സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അദൃശ്യ ലോകത്തിലെ, അദൃശ്യ മണ്ഡലത്തിലെ, ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന 2 സാമ്രാജ്യങ്ങൾ. ഇതിൻ്റെ വ്യാപ്തി എവിടം വരെയുണ്ട് എനിക്ക് പറയാൻ അറിയാൻ വയ്യ. ഈ ഭൂമിയിലുണ്ട് എന്ന് ഡെഫിനറ്റ് അറിയാം. ഒന്ന് പുത്രൻ്റെ രാജ്യം എന്ന് ബൈബിളിൽ വിളിക്കും. അത് പ്രപഞ്ചം മുഴുവനും വ്യാപരിച്ച് കിടക്കുന്നു. ഈ പ്രപഞ്ചം മാത്രമല്ല, ഇഫ് ദർ ഇസ് എ മൾട്ടിവേഴ്സ്, ഒന്നിലധികം പ്രപഞ്ചങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രപഞ്ചങ്ങളിൽ മുഴുവനും വ്യാപരിച്ച് കിടക്കുന്ന ഒന്നാണ് പുത്രൻ്റെ സാമ്രാജ്യം. അതിനെ വെളിച്ചത്തിൻ്റെ സാമ്രാജ്യം എന്നും വിളിക്കും. നമ്മൾ ഏറ്റവും ഷോർട്ട് ഫോമിൽ ആത്മലോകം എന്നതിനെ വിളിക്കാറുണ്ട്. ആത്മീയർ ഒരുമിച്ച് ചേരുന്ന ദൈവസാന്നിധ്യം അതിന് നടുവിലുള്ള ഒരു ആത്മലോകമുണ്ട്. രണ്ടാമത്തേതിനെ സാത്താന്യ സാമ്രാജ്യം എന്ന് വിളിക്കും. അതിനെ ഇരുളിൻ്റെ സാമ്രാജ്യം എന്ന് വിളിക്കും. അതിൻ്റെ അളവ് എവിടം മുതൽ എവിടം വരെ എന്ന് എനിക്കറിയാൻ വയ്യ. ഈ ഭൂലോകത്തിൽ മുഴുവനും ഉണ്ട് എന്നെനിക്ക് വ്യക്തമായി അറിയാം. ഇതിനപ്പുറത്ത് എവിടം വരെ സാത്താൻ ഇൻഫ്ലുവൻസ് ഉണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞാൽ അറിയാൻ വയ്യാത്തൊരു കാര്യം കമൻറ്റ് ചെയ്യുന്നില്ല. ഈ ഭൂമി മുഴുവനും അതിന് ആ സാമ്രാജ്യമുണ്ട്. ആദാമിൽ നിന്ന് സാത്താൻ ഭൂമിയെ തട്ടിയെടുത്തു. ആദാമെന്ന് പറയുന്നത്, ക്ഷമിക്കണം, അതൊരു നിസ്സാര പദമല്ല. ദൈവത്തിൻ്റെ കൈകളാൽ സൃഷ്ടിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വായിൽ നിന്ന് ജീവശ്വാസം ഊതി ദൈവത്തിൻ്റെ മകൻ എന്നറിയപ്പെട്ട് ദൈവത്തെ മാത്രം പിതാവും മാതാവുമായി ഒരുമിച്ച് കണ്ട് ഈ മണ്ണിൽ ദൈവത്തിന് പകരം ഈ മുഴു ലോകത്തെ അടക്കി ഭരിക്കുവാൻ ഏക പ്രതിനിധിയായി ഇറങ്ങി വന്ന മാനവവർഗത്തിൽ ജനിച്ചതല്ല, മാനവവർഗത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും ദൈവത്തോട് അടുത്ത മനുഷ്യനായിരുന്നു ആദാം. ആ ആദാമിനെ നിന്ന് ദൈവിക അധികാരങ്ങൾ സാത്താൻ തട്ടിയെടുത്തു. ഒരു സൂചനയായി ഞാനത് മേളിൽ കാണിച്ചിട്ടുണ്ട്. സാത്താൻ്റെ ലോകത്തിൻ്റെ അധികാരം എവിടെ നിന്ന് ആരംഭിക്കുന്നു? സാത്താനിൽ നിന്ന് അതിനൊക്കെ പുറകിൽ ആരംഭിച്ചു. എന്നാൽ ഈ ഭൂമിയിൽ ആദമിൽ നിന്ന് അവൻ അധികാരം തട്ടിയെടുത്തു. നാം ചെല്ലുന്നിടത്തൊക്കെയും നിരന്തരമായ യുദ്ധക്കളത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. പക്ഷേ നാം ജയാളികളായിരിക്കും. തീർത്ത യുദ്ധം ഈ സാത്താനുമായി നമുക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവൻ തട്ടിക്കൊണ്ടുപോയത് നിസ്സാരമല്ല. ഞാനിതിൻ്റെ ഗൗരവം ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട്, ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശു ഡയറക്റ്റ് ഈ മണ്ണിൽ ഇറങ്ങി വന്നിട്ട് ഈ ഭൂമിയെ മുഴുവനും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശു കേവലം 12 പേരെ തൻ്റെ ശിഷ്യഗണങ്ങളായി തിരഞ്ഞെടുത്തിട്ട് ആ 12 പേരെ നിലനിർത്താൻ കഴിഞ്ഞില്ല. അതായിരുന്നു അവൻ്റെ ശക്തി. നിങ്ങളുടെ വിരോധി, എതിരാളിയായ പിശാച് ശക്തനാണ്, അലറുന്ന സിംഹം പോലെ നടക്കുന്നവനാണ്. പക്ഷേ അവൻ്റെ മുമ്പിൽ യേശു തോറ്റില്ല. അതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവൻ്റെ തലയെ തകർത്ത് ജയഭേരി മുഴക്കി ഇവിടുന്ന് മാറി. നാമും അതുപോലെ തന്നെ, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ, പാതാളമേ നിൻ്റെ വിഷം എവിടെ, വിഷമുള്ള എവിടെ എന്ന് അട്ടഹസിച്ചുകൊണ്ട് ഇവിടുന്ന് മാറുന്ന ഒരു രംഗമുണ്ട്. അന്നുവരെ ദൈനംദിന ജീവിതത്തിൽ നാം ജയിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നാം ചെല്ലുന്നിടത്തെല്ലാം നിരന്തര യുദ്ധക്കളമാണ് നമുക്ക്. ഞാൻ സാധാരണ പറയാറുണ്ട്, അല്ലെങ്കിൽ ആളുകൾ സാധാരണ പറയാറുണ്ട്, നമ്മളൊരു കളിക്കളത്തിൽ നിന്ന് കളിക്കുന്നവരല്ല. ഇന്ന് കളിച്ച് തോറ്റാൽ നാളെ കളിച്ച് ജയിച്ചെന്ന് വരാം. പക്ഷെ നാം യുദ്ധക്കളത്തിലാണ്. തോറ്റുപോയാൽ തലമിച്ചം കാണത്തില്ല. അവിടെ അവൻ തകർത്തു കളയും. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നു ഈ പോർക്കളത്തിൽ. എത്രയോ ആളുകൾ നശിച്ചു പോയതായ ഈ യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്യുവാൻ കർത്താവ് നമ്മെ നിർത്തിയിരിക്കുകയാണ്. നാം ജയാളികളാണ്. ഈ യുദ്ധക്കളത്തിലാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ഒരു റിവിഷൻ്റെ ഭാഗമായിട്ട് ഞാനിതൊന്ന് തൊട്ടെന്ന് മാത്രം. മാനവവർഗത്തിൽ നടന്ന ഒന്നാമത്തെ വീഴ്ച നമ്മൾ പല പ്രാവശ്യം എടുത്തു പറഞ്ഞതാണ്. ഇനി അത് വിശദീകരിക്കേണ്ട. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നൈമിഷികമായ തൽക്കാലത്തേക്ക് മാത്രം പ്രയോജനപ്പെടുന്ന ഒരു പഴം, വിലക്കപ്പെട്ട കനി തിന്നുകൊള്ളുവാൻ ആവശ്യപ്പെട്ടു. അവളെ പ്രോത്സാഹിപ്പിച്ചു, പ്രേരിപ്പിച്ചു, വിശ്വസിപ്പിച്ചു. അത് അവളെ കൊണ്ട് തീറ്റി. ദൈവം അവൾക്ക് കൊടുത്തിരുന്നതായ അധികാരം ദൈവം തിരിച്ചെടുക്കാഞ്ഞതുകൊണ്ട് ആ പഴം പറിക്കുമ്പോൾ ദൈവവും തട്ടിക്കളഞ്ഞില്ല, ഒരു എതിരും പറഞ്ഞില്ല, തിന്നു, തൻ്റെ ഭർത്താവിനും കൊടുത്തു. അങ്ങനെ ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്നത് പോലെ മാനവവർഗം ആയിത്തീർന്നു. യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. പക്ഷേ അന്ന് യഹോവയായ ദൈവം അവർക്ക് വേണ്ടി ഒരു യാഗം നടത്തി. യാഗമൃഗത്തിൻ്റെ തോലുകൊണ്ട് ആദം ഹവ്വമാരെ ഉടുപ്പിച്ചു. അതിനെ കൃപ എന്ന് വിളിക്കുന്നു. ആ കൃപയാൽ ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. കർത്താവിന് മഹത്വം. രണ്ടാമത്തെ വീഴ്ച നമ്മൾ ചിന്തിച്ചിരുന്നു. അത് നോഹയുടെ കാലത്തായിരുന്നു. അതിനെക്കുറിച്ച് ഇന്ന് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത്തെ വീഴ്ച
നിമ്രോദിൻ്റെ കാലത്തായിരുന്നു. അതോടുകൂടെ മാനവവർഗത്തിൻ്റെ പ്രധാന വീഴ്ചകൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് കംപ്ലീറ്റായി. നിമ്രോദിൻ്റെ കാലമായപ്പോഴേക്കും മാന്ത്രിക ശക്തികളാൽ, ആഭിചാര ശക്തികളാൽ ദൈവരാജ്യത്തെ അല്ലെങ്കിൽ സ്വർഗീയ ശക്തികളെ കീഴടക്കാം എന്നൊരു ചിന്താഗതി മനുഷ്യൻ്റെ ഇടയിൽ വരികയും മനുഷ്യൻ്റെ മേൽ പൈശാചികമായ ചിഹ്നങ്ങളും മുദ്രകളും സ്വഭാവദോഷങ്ങളും മറ്റും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇട്ടുകൊണ്ട് മാനവവർഗത്തെ എടുക്കുകയും ആകയാൽ സ്വർഗത്തിലെ ദൈവം അവനെ തള്ളുകയും ചെയ്തു. നമുക്ക് പറുദീസ നഷ്ടമായി. ശാപം, മരണം, കഠിനാധ്വാനം, പ്രസവവേദന, ശത്രുത്വം, വിധേയത്വം, ആശ്രയ ജീവിതം എന്നിവ ഒന്നാമത്തെ വീഴ്ചയിൽ തന്നെ നമുക്കുണ്ടായി. ഒടുവിലത്തെ വീഴ്ചയിൽ നിമ്രോദിൻ്റെ കാലമാകുമ്പോഴത്തേക്ക് നഷ്ടപ്പെടേണ്ടത് മുഴുവനും നഷ്ടപ്പെട്ടു. ദൈവം അബ്രഹാം എന്ന ഒരുവനെ വേർതിരിക്കുകയും ദൈവിക പ്രതിനിധിയായി ദൈവം അബ്രാമിനെ അംഗീകരിക്കുകയും ഇതര ജനത്തെ മുഴുവനും ജാതികൾ എന്ന് സാക്ഷാൽ വീണുപോയ ദൂതന്മാരുടെ മക്കൾ എന്ന് എണ്ണുകയും അവരെ ഭൂലോകമാകപ്പാടെ ചിതറിക്കുകയും ചെയ്തു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മാറി. ഇനി സമൂഹകാലങ്ങൾ ദൈവത്തിങ്കിൽ നിന്ന് വരികയും പ്രസാദ വർഷ ദൈവത്തിങ്കിൽ നിന്ന് ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഈ ജാതികളുമായി എനിക്ക് ബന്ധമില്ല. എന്നാൽ ഏദനിലുള്ള എൻ്റെ വാഗ്ദത്തം നിവർത്തിക്കേണ്ടതിന്, ഞാൻ സൃഷ്ടിച്ച എൻ്റെ ഭൂമിയെ വീണ്ടെടുക്കേണ്ടതിന് ഒരു വിശുദ്ധ തലമുറയിൽ നിന്ന് എൻ്റെ പുത്രൻ വന്ന് ജനിക്കണമെന്നുള്ള ദൈവിക പ്രമാണം പാലിക്കേണ്ടതിന് വാക്കുകളെല്ലാം അളന്ന് കുറുക്കിയെടുത്തതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും. വേദപുസ്തകം പരിചയമുള്ള നമുക്ക് ഒരു പ്രയാസവും ഇല്ലാതെ മനസ്സിലാകും. പരിചയമില്ലാത്ത ചിലരും ശ്രദ്ധിക്കുന്നവർ അതുപോലെ ശ്രദ്ധിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഈ അബ്രഹാമിനെ ദൈവം വേർതിരിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിച്ചേച്ച് പറഞ്ഞു, നിന്നേക്കാൾ വലിയൊരു ജാതി ഉണ്ടാകത്തില്ല, നിന്നിൽ നിന്ന് ഞാൻ ജാതിയെ സൃഷ്ടിക്കും, നിന്നിൽ നിന്ന് ഞാൻ ഒരു ജാതിയെ, ഒരു വംശത്തെ സൃഷ്ടിക്കും. അബ്രഹാമിൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ നേരുള്ളതായിരുന്നു. നടപ്പ് ഏറെക്കുറെ അംഗീകാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബലഹീനതകൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രയാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തള്ളിക്കളയാതെ, മലയാളത്തിൽ പറയും തുമ്മിയാൽ പോകുന്ന മൂക്കല്ല നമുക്ക് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ തുമ്മിയാൽ പോകുന്നതല്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ബലഹീനതകൾ വന്നു, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിരുന്നു. ചിലതിനൊക്കെ ദൈവം അവിടെ ഇറങ്ങി അദ്ദേഹത്തെ കറക്റ്റ് ചെയ്തു. ചിലതിനൊക്കെ ആഴത്തിൽ ചിന്തിച്ചാൽ താൽക്കാലികമായ ശിക്ഷകളും കൊടുത്തു. അങ്ങനെ അബ്രഹാമിനെ ദൈവം മാറ്റി. ദൈവം ഈ ഭൂമിയെ ഒന്ന് വിഭജിച്ചു. സാധാരണ എടുത്തു വരുന്നത് പോലെ ആകെ ഭൂമിയുടെ 25 ലക്ഷത്തിൽ ഒരു ഭാഗം മാത്രം, 25 ലക്ഷത്തിൽ ഒരു ഭാഗം മാത്രം, അർത്ഥാൽ ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം അബ്രഹാമിന് ദൈവം അലോട്ട് ചെയ്തു. ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലത്തിൻ്റെ വിസ്തീർണം 22,145 സ്ക്വയർ കിലോമീറ്ററാണ്. ഭൂമിയുടെ ആകപ്പാടെയുള്ള ഏരിയയായ 510 മില്യൺ സ്ക്വയർ കിലോമീറ്ററിൻ്റെ 25 ലക്ഷത്തിൽ ഒരു ഭാഗം മാത്രമാണ്, അപ്രോക്സിമേറ്റ്ലി 25 ലക്ഷത്തിൽ ഒരു ഭാഗം മാത്രമാണ് അബ്രഹാമിന് കൊടുത്തത്. ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള 25 ലക്ഷത്തിൽ ഒരു ഭാഗം അബ്രഹാമിന് കൊടുത്തേച്ച് പറഞ്ഞു, നീ ഇതിൽ ചൊവ്വ ജീവിര്, എൻ്റെ പ്രമാണം പാലിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന് ഗതിഭേദത്താൽ ആച്ഛാദനമില്ല. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം മാറത്തില്ല. തൻ്റെ കാരക്ടറാണ്, തൻ മാറ്റമില്ലാത്ത ദൈവമാണ്. ആകയാൽ എനിക്കും നിങ്ങൾക്കും ആശ്രയിപ്പാനുള്ളത്, ഭാഗ്യവശാൽ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം ഒരു ചെറിയ മിസ്റ്റേക്ക് കണ്ടാലും തള്ളിക്കളയാതെ നമ്മെ കറക്റ്റ് ചെയ്ത് പെർഫെക്ഷനിലേക്ക് നടത്തുന്ന ദൈവത്തിന് പറവാനുള്ളത്, നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയത് മതി, ഇതുകൊണ്ട് ഞാൻ വലിയത് ചെയ്തോളാം. സ്വന്തം ഭാര്യ പോലും വന്ധ്യയായിരിക്കെ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വർദ്ധിപ്പിച്ച് പെരുക്കും, നിൻ്റെ നടപ്പെൻ്റെ സന്നിധിയിൽ യോഗ്യമാകണം. കുറേ നാൾ നടന്നു കഴിഞ്ഞു, മിസ്റ്റേക്കുകൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അവിടെയൊക്കെ കറക്ഷനും കൊടുത്തേച്ച് പറഞ്ഞു, ബഹുജാതികൾക്ക് പിതാവായി ഞാൻ നിന്നെ മാറ്റിയിരിക്കുകയാണ്. കേവലം ഒരു ജാതി മാത്രമല്ല, നീ ബഹുജാതികൾക്ക് പിതാവാകും. അവിടെ അബ്രഹാമിനോട് പറയുമ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു, ഒന്ന്, നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാകും. വേറൊരു സാഹചര്യത്തിൽ പറഞ്ഞു, കടൽക്കരയിലെ മണൽ പോലെയാകും.
കടൽക്കരയിലെ മണലും എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒക്കത്തില്ല, ആകാശത്തിലെ നക്ഷത്രങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒക്കത്തില്ല. പക്ഷെ കാഴ്ചയിലും അനുഭവത്തിലും അവ തമ്മിൽ അങ്ങേയറ്റം വ്യത്യസ്തമാണ്. ഇതുപോലെ അബ്രഹാമിൻ്റെ സന്തതി ആണെങ്കിൽ പോലും അനേകർ കടൽക്കരയിലെ മണൽ പോലെ നീണ്ടുകിടക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന പദവി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകുവാൻ സ്വർഗത്തിൽ ദൈവം കൃപ ചെയ്തു പ്രകാശിപ്പാൻ കർത്താവ് കൃപ തരട്ടെ. കേവലം 25 ലക്ഷത്തിൽ ഒരു ഭാഗം അബ്രഹാമിൻ്റെ കയ്യിലോട്ട് കൊടുത്തേച്ച് പറഞ്ഞു, ചൊവ്വേ നടാ, ഞാൻ നിന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ പോകാം. നിൻ്റെ മക്കളും എല്ലാവരും ഒരുപോലെ ഇരിക്കയില്ല. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവരും ഒരുപോലെ ഇരിക്കയില്ല. നിങ്ങളിൽ ചിലർ നക്ഷത്രങ്ങളെ പോലെ വെട്ടിത്തിളങ്ങേണ്ടവരാണ്. അതിന് ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇങ്ങനെ അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ആവർത്തന പുസ്തകം 32:9 യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചെറിയ ഒരു അബ്രഹാമിൻ്റെ കുടുംബത്തെ മാത്രം ദൈവം എടുത്ത് അനുഗ്രഹിക്കുകയും അനുഗ്രഹിച്ച് വളർത്തുകയും ബാക്കിയുള്ളവരെ ജാതികൾ എന്ന പേരിൽ തള്ളിക്കളയുകയും ചെയ്തു. കർത്താവ് പറഞ്ഞ്, ജാതികളുമായി എന്നെനിക്ക് ബന്ധമില്ല, ജാതികളോട് ഇന്ന് ഞാൻ ഇടപെടുന്നില്ല. ആശ്വാസകാലങ്ങൾ വരുമ്പോൾ, അവരെ വീണ്ടെടുക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അതുവരെ ഈ ജനം എന്നെ വിട്ടുപോയതാണ്. അനേക പ്രാവശ്യം ആവർത്തിച്ച് വീണ് സാത്താൻ്റെ ഹിതത്തിനനുസരിച്ച് പോയവരാണ്. അവരോട് ബന്ധമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തള്ളപ്പെടുവാൻ നമുക്കിടയാകരുത്. അതുകൊണ്ട് ഭയത്തോടെ നമ്മുടെ മരുഭൂപ്രയാണം കഴിക്കുവാൻ ദൈവസന്നിധിയിൽ ഭയത്തോടെ ജീവിക്കാം. ഈ കാലഘട്ടത്തിലാണ്, ജാതികളുടെ കാലഘട്ടങ്ങളിലാണ്, നമ്മളൊരു കൊച്ചു റിവിഷനിലൂടെയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു, ജാതികളുടെ കാലഘട്ടത്തിലാണ് സ്വർഗത്തിലൊരു ശബ്ദമുണ്ടാകുന്നത്. എൻ്റെ വീണ്ടെടുപ്പിൻ്റെ സമയമാകുന്നു, എനിക്ക് ജനത്തെ മടക്കിക്കൊണ്ടുവരുവാനുള്ള എൻ്റെ സമയം ആകുന്നു. കൃപയുടെ യുഗം ആരംഭിക്കേണ്ടതിന് വേണ്ടി എൻ്റെ പുത്രനെ അയക്കണം. ഒരു വശത്തത് വെച്ചുകൊണ്ട് പിതാവായ ദൈവം ഒരു ചോദ്യം ചോദിച്ചു, നാം ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. യെശയ്യാവ് 68:6 വാക്യമാണിത്. ഒരർത്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ കേട്ട വചനമാണിത്. വേറൊരർത്ഥത്തിൽ ഇത് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു പദമായിരുന്നു. മറക്കരുതേ, ആ വാക്കുകൾ ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ഞാൻ എന്ന് പറയുന്നത് ഏകവചനമാണ്. പിതാവായ ദൈവം ഏകവചനത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ. തനിക്കൊരു വ്യക്തിത്വമുള്ളതിനാൽ, തനിക്ക് തൻ്റെ ഗോഡ് ഹെഡിൽ ദൈവിക തലപ്പത്തിരിക്കുന്ന ദൈവികത്വത്തിലെ തൃത്വത്തിൽ ഒന്നാമനായ പിതാവ് ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്ന രണ്ടാമത്തെ ഭാഗം കാണാം. നമുക്ക് വേണ്ടി എന്ന് പറയുന്നത് ബഹുവചനമാണ്. ദൈവം കേവലം ഒരു വ്യക്തിത്വം മാത്രമല്ല, 3 വ്യക്തിത്വങ്ങൾ ദൈവത്വത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്ന ത്രിയേകത്വത്തെ സ്ഥാപിക്കുന്നതായ രണ്ടാമത്തെ പ്രസ്താവനയാണത്. ആർ നമുക്ക് വേണ്ടി പോകും? സ്വർഗത്തിന് വേണ്ടി പോകുവാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് യേശുവാണ് മറുപടി പറഞ്ഞത്, അടിയനെ അയക്കണമേ, അടിയൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ പ്രസ്താവനയാണത്, എന്നെ അയക്കണമേ. ഒരു കന്യക ജനനത്തിലൂടെ ഈ മണ്ണിലേക്കൊന്ന് അവതരിച്ച് ദൈവപുത്രൻ എന്ന മഹത്വം വെളിപ്പെടുത്തിയ ശേഷം സാത്താൻ്റെ തലയെ തകർത്ത് നഷ്ടമായിരിക്കുന്ന ജാതികളിൽ നിന്ന് രക്ഷയെ ആഗ്രഹിക്കുന്നവരും വില കൊടുക്കുവാൻ തയ്യാറുള്ളവരുമായവരെ തിരികെ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു സ്വയം സമർപ്പിച്ചിറങ്ങിയതാ. ഇതിനകത്തിരിക്കുന്ന ഞാനും നിങ്ങളും സമർപ്പിച്ചിറങ്ങിയതിനാൽ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. അവിടെയും ഇവിടെയും ചില പ്രതികൂലങ്ങൾ വന്നാലും, യേശുവിൻ്റെ കാൽവറി വരെ പ്രതികൂലമുണ്ടായി. എന്നാൽ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനായി തിരുമുമ്പിൽ നിൽക്കുന്നവർക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ദിവ്യ സ്വഭാവത്തിന് അനുരൂപയായ എന്നെയും നിങ്ങളെയും കുറിച്ച് കർത്താവ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് നിങ്ങളും ലോകത്ത് ജയിക്കും. ഇന്ന് പകൽക്കാലം പിന്നെയും അഷ്വറൻസ് ദൈവസഭയ്ക്ക് തരുവാൻ കർത്താവിന് തിരിഹിതമാകയാൽ സ്തോത്രം. അങ്ങനെ ഞാൻ ആരെ അയക്കേണ്ടു? നസ്രയനാകുന്ന യേശു ഈ ഭൂമിയിൽ വന്ന ശേഷം യേശു പരസ്യമായി പറഞ്ഞ ഒരു പദമുണ്ട്, തിരഞ്ഞു രക്ഷിക്കേണ്ടതിനാണ് വന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കേണ്ടതിനത്രേ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഞാൻ ആ ഭാഗം ഒന്ന് തൊടാൻ പോകുകയാണ്.
യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച്, ഒന്നാമത്തെ വരവിനെക്കുറിച്ച് യേശു തന്നെ അനേക കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, യേശു പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുക. സമ്മതിച്ച് കർത്താവേ, അങ്ങ് തീയിടാൻ വന്നതാ. വേറൊരിക്കൽ യേശു പറഞ്ഞു, സമാധാനമല്ല, വാളത്ര ഞാൻ വരുത്താൻ വന്നത്. ഇങ്ങനെ പല പ്രസ്താവനകൾ യേശു പറഞ്ഞു എന്തിനു വേണ്ടി വന്നുവെന്ന്. ഏക അവതാരത്തിൽ ദൈവത്തിന് ആവശ്യമുള്ള സകല കാര്യങ്ങളും മാനവവർഗത്തിനു വേണ്ടി ചെയ്യുവാൻ കെൽപ്പുള്ളവനായ എൻ്റെ യേശു ഈ മണ്ണിലേക്ക് വന്നു. എന്നാൽ തൻ്റെ വരവിൻ്റെ അതിപ്രധാനമായ ഉദ്ദേശത്തെ യേശു ഊന്നിപ്പറയുന്നത് ഇവിടെയാണ്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കേണ്ടതിനാണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു, ആദാമിൻ്റെ കാലം മുതൽ സാത്താൻ പലയിടങ്ങളിൽ ജയമെടുത്തു. നിമ്രോദിൻ്റെ കാലത്ത് അവൻ ജയമെടുത്തതിനെ തുടർന്ന് ജനത്തെ തള്ളിക്കളഞ്ഞു. ഈ തള്ളിക്കളഞ്ഞതിനെ മുഴുവനും തേടുന്നവനായ, ഇറങ്ങി വന്നവനായ യേശു തൻ്റെ വരവിൻ്റെ ദൗത്യത്തെക്കുറിച്ച്, തൻ്റെ ഈ ഭൂമിയിലെ വാസത്തിൻ്റെ, അന്നത്തെ വാസത്തിൻ്റെ മാനിഫെസ്റ്റോ പ്രകടമാക്കുകയാണ്. എന്തിനു ഞാൻ വന്നതെന്നറിയാമോ? പല 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 പൊളിറ്റിക്കൽ പാർട്ടികളും ഇലക്ഷന് വേണ്ടി കയറുമ്പോൾ അവരുടെ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ഇന്നത് ചെയ്തിരിക്കും. എൻ്റെ യേശുവും ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ലക്ഷ്യം പരസ്യമായി വിളിച്ചു പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്: കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത്. ഞാൻ ഇവിടുന്ന് 2 ബ്രാഞ്ചുകളായി തിരിയട്ടെ. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ കാണാതെ പോയത് എന്ന വാക്ക് ഇതുവരെ ഞാൻ വിശദീകരിച്ചു കൊണ്ടിരുന്നു. തിരിയുക എന്ന പദത്തിലേക്ക് തിരിയാൻ പോകുക. രക്ഷിക്കുക എന്നതിനകത്ത് പിന്നെ വരും, വീണ്ടും വേറൊരു ഭാഗത്തേക്ക് പോകും. കാണാതെ പോയതിനെ കർത്താവ് എവിടെല്ലാം തിരഞ്ഞു? അക്ഷരാർത്ഥത്തിൽ ചുരുങ്ങിയ പദങ്ങളിൽ ആദാമിനെ തേടി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ആദാമിനെ തേടി ഒരു നടപ്പ് നടന്നു. ആദാം കാണാതെ പോയ അന്ന്, അരുത് എന്ന് കൽപ്പിച്ചതായ വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്ന അന്ന് അവനെ തേടി യഹോവയായ ദൈവം ഒന്ന് ഇറങ്ങി വന്നു. നീ എവിടെ എന്നൊരു ചോദ്യം ചോദിച്ചു. ഇന്ന് പകൽക്കാലവും കാണാതെ പോയതിനെ തപ്പും. ഇതെവിടെയാ തേടി എന്നറിയാമോ? മരച്ചുവട്ടിലാണ് തേടിയത്. കാര്യം അവൻ കുറ്റിക്കാടുകളുടെ ഇടയിലായി ഇരുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, നാം എവിടെയെന്ന് അറിഞ്ഞുകൊണ്ട് ആ മണ്ഡലത്തിൽ തേടുന്ന കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ബേഥേലിൽ കാണാതെ പോയതിനെ ബേഥേലിൽ മാത്രം തേടും. യൂട്യൂബിൻ്റെ മുമ്പിൽ കാണാതെ പോയതിനെ യൂട്യൂബിൽ കൂടെ തേടുന്ന ശബ്ദത്തിൽ ഒന്നാണിത്. ഹാർവസ്റ്റ് ടെലിവിഷൻ്റെ മുമ്പിൽ കാണാതെ ഇരിക്കുന്നതിൽ കാണാതെ പോയതിനെ തേടി ഇന്ന് ഹാർവസ്റ്റിൽ ദൈവസാന്നിധ്യം ഈ ശബ്ദത്തിലൂടെ പ്രതിനിധീകരിക്കപ്പെടുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വ്യത്യസ്ത മീഡിയകളിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, അതാത് മീഡിയകളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കാണാതെ പോയവരെന്ന് സ്വർഗത്തിന് മനസ്സിലാകുന്നവരെ ഒക്കെയും തേടിയെത്തുന്ന ശബ്ദത്തിൽ ഒന്നാണിത്. ആദാമിനെ തേടി മരച്ചുവട്ടിലെത്തി. സക്കായിയെ തേടി മരമുകളിൽ തപ്പി. കാര്യം സത്യത്തിൽ സക്കായിയുടെ ചരിത്രത്തിൽ നിന്നാണ് ഈ ഭാഗം എടുത്തത്. വളർച്ചയിൽ കുറിയവനായ ധനികനായ ഒരു മനുഷ്യൻ, ഒരു ചുങ്കം പിരിച്ച് നടക്കുന്നവനായിരുന്നു സക്കായി. യേശു കടന്നു പോകയിൽ, എരിഹോവിലൂടെ പോകയിൽ അവൻ എങ്ങനെയുള്ളവനെന്ന് അറിയേണ്ടതിന് സക്കായി ഒരു മരമുകളിൽ കയറി യേശുവിനെ കാണുവാൻ കാത്തിരുന്നു. യേശു ആ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നു. അവിടെ നിന്നു മുകളിലേക്ക് നോക്കി. സക്കായിയെ, വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞ് സക്കായിയെ തേടി. ആദം മരച്ചുവട്ടിലാണ് കാണാതെ പോയത്. അദ്ദേഹത്തെ മരച്ചുവട്ടിൽ അന്വേഷിച്ചു. സക്കായിയെ കാണാതെ പോയത് മരമുകളിലാണ്. അദ്ദേഹത്തെ മരമുകളിൽ അന്വേഷിച്ചു. എൻ്റെ കർത്താവ് തേടുന്ന ദൈവമാണ്. എവിടെ കാണാതെ പോയോ അവിടെ ഒക്കെ തേടാറുണ്ട്. എവിടെ കാണാതെ പോയോ അവിടെ ഒക്കെ തേടാറുണ്ട്. പല ശുശ്രൂഷകന്മാരും പ്രസംഗമധ്യേ നിങ്ങളുടെ കാര്യമല്ല മറ്റൊരിടത്തെ കാര്യമാണെന്ന് പറയാറുണ്ട്. എം.എ. വർഗീസ് പ്രസംഗിക്കുന്ന എല്ലായിടത്തും പറയാറുണ്ട്, നിങ്ങളുടെ കാര്യം തന്നെയാണ് പറയുന്നത്, മറ്റൊരിടത്തെ കാര്യം ഇവിടെ വന്ന് പറയുന്നതിനെ നുണ പറയുക എന്നാണ് പറയുന്നത്. എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. ദൈവത്തിൻ്റെ കരുണയാൽ ഈ ശബ്ദം കേൾക്കുന്നവരിൽ കാണാതെ പോയതിനെ തേടി നിങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് സ്വർഗം ഇറങ്ങി വരികയാണ്. വ്യത്യസ്ത മണ്ഡലങ്ങളിൽ കാണാതെ പോയത്. ലൂക്കോസ് 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യം നമുക്ക് കാണുവാൻ കഴിയും. കാണാതെ പോയതിനെ കേവലം മരമുകളിലും മരച്ചുവട്ടിലും മാത്രമല്ല സകല ഇടങ്ങളിലും തേടുന്നു. ഞാൻ ചുരുക്കം ചില സാഹചര്യങ്ങൾ സാഹചര്യങ്ങളിൽ തൊടുന്നു. രോഗക്കിടക്കയിൽ കിടക്കുന്നവനെ തേടി യേശു രോഗക്കിടക്കയുടെ അരികിലെത്തും. ഇന്ന് പകൽക്കാലവും വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് രോഗക്കിടക്കയിലായിരിക്കുന്ന ചിലരുടെ വിശ്വാസം ഉറയ്ക്കുമെങ്കിൽ ഈ പകൽ ഈ ശബ്ദം
നിങ്ങളെ തേടി അവിടെ വരികയാണ്. പണ്ടൊരിക്കൽ യേശു ബെതസ്ത എന്ന കുളക്കരയിലേക്ക് നടന്നു. അവിടെ ഒരു അപ്പച്ചൻ കിടപ്പുണ്ട്. 38 വർഷമായി രോഗിയായി ഈ അപ്പച്ചൻ അവിടെ കിടക്കുകയാ. ഇന്ന് വരെ ഒരുത്തർക്കും അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അപ്പച്ചന് കാണാനുണ്ട്, ഇടയ്ക്കിടയ്ക്കൊരു ദൂതൻ ബെതസ്ത കുളത്തിൽ ഇറങ്ങുകയും ആ കുളം കലക്കുകയും ചെയ്യും. ആ കുളത്തെക്കുറിച്ച് ആരും എളുപ്പം മറന്നു പോകാതിരിക്കാൻ ഒത്തിരി കഥകൾ ഇതിൻ്റെ മുമ്പിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഈ വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കാലത്ത്, ആളുകൾക്ക് വിദ്യാഭ്യാസം കുറവുണ്ടായിരുന്ന കാലത്ത് ഓരോന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി അവരെ ഓരോ കഥകളോട് ബന്ധപ്പെടുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. മോശ അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ, കൽപ്പനകൾ മറന്നു പോകാതിരിക്കാൻ അതിനെ ഒരു പാട്ടായിട്ട് എഴുതി ആ പാട്ട് ആളുകളെ കാണാതെ പഠിപ്പിച്ചിട്ടുണ്ട്. പാട്ടാകുമ്പം ഗദ്യത്തെ പോലെയല്ല, അല്പം കൂടെ ഓർത്തിരിക്കും. ഇന്നും അനേക പാട്ടുകൾ നമ്മൾ പാടുന്നതിൻ്റെ പുറകിലത്തെ രഹസ്യം അനേക തത്വങ്ങളും അറിഞ്ഞിരിക്കുക, ഓർത്തിരിക്കുക എന്നതാണ്. കേരളത്തിൽ ആരംഭകാലങ്ങളിൽ മലയാളി ക്രിസ്ത്യാനികളുടെ ഇടയിൽ, പെന്തക്കോസ്തുകാരല്ല, മലയാളി ക്രിസ്ത്യാനികളുടെ ഇടയിൽ വേദപുസ്തക ചരിത്രങ്ങൾ അവർ മറന്നുപോകാതെ ഓർത്തിരിക്കേണ്ടതിന് മാർഗം കളി എന്ന് പറയുന്ന കളിയുടെ രൂപത്തിലാക്കി പാട്ടാക്കി അതിനെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ പലതും ഉണ്ടായിരുന്നു. മാപ്പിളക്കളി, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. കാര്യം കളികളുടെ രൂപത്തിലാക്കി പഠിപ്പിച്ചാൽ കാര്യങ്ങൾ മറന്നുപോകാതെ ഇരിക്കും. കാര്യങ്ങൾ ഗ്രഹിപ്പിക്കേണ്ടതിന് വേണ്ടി വ്യത്യസ്ത മെത്തേഡുകൾ ഉപയോഗിക്കും. ബെതസ്ത കുളത്തെക്കുറിച്ച് മറന്നു പോകാതിരിക്കുമ്പം പറയാറുള്ള ഒന്ന്, ആദമും ഹൗവയും പഴം പറിച്ചു തിന്ന പഴയ മരമുണ്ടല്ലോ. കഥയാണ്, അതിനകത്ത് ഒരു സത്യവും ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി കഥ പറയുക. ആദമും ഹൗവയും പണ്ട് പഴം പറിച്ചു തിന്ന ആ പഴയ മരമുണ്ടല്ലോ, കാലത്തിൻ്റെ പോക്കിൽ അതാരോ വെട്ടി ആ മരം കൊണ്ടുവന്ന് ഈ ബെതസ്ത കുളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നെന്നും ആ മരത്തിൽ പായൽ പിടിക്കുന്ന പരുവത്തിന് ദൂതന്മാരിറങ്ങി മരം കഴുകി ശുദ്ധമാക്കുകയായിരുന്നെന്നും ഒടുവിൽ ആ മരം ക്രൂശാക്കിയാണ് അതിൽ യേശുവിനെ ക്രൂശിച്ചതെന്നും പറയാറുണ്ട്. ആദം മുതൽ ക്രൂശ് വരെയുള്ള ചരിത്രം ആളുകളെ ഓർമ്മിപ്പിക്കേണ്ടതിന് വേണ്ടി കഥാരൂപത്തിൽ കൊണ്ടുവരാറുണ്ട്. രണ്ടായാലും ഇടയ്ക്കിടയ്ക്കൊരു ദൂതൻ ഈ കുളത്തിലിറക്കി വെള്ളം കലക്കാറുണ്ടായിരുന്നു. കലങ്ങിയ വെള്ളത്തിൽ ആദ്യം ഇറങ്ങുന്നവൻ ഏത് രോഗം ബാധിച്ചവനായാലും സൗഖ്യമായിരുന്നു. അത് അന്നത്തെ പതിവായിരുന്നു. 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്ന ഈ കുളത്തിൽ സകലവിധ രോഗഗ്രസ്തരും വന്ന് കിടന്നിരുന്നു. ഈ കൂട്ടത്തിൽ ഒരപ്പച്ചൻ രോഗസൗഖ്യം പ്രതീക്ഷിച്ച് കുളം കലങ്ങുമ്പോൾ ആദ്യം വെള്ളത്തിലിറങ്ങുവാൻ കിടപ്പ് തുടങ്ങിയിട്ട് 38 കൊല്ലമായി. ഇവിടെ സ്നാനത്തിന് വേണ്ടി താല്പര്യപ്പെട്ടിട്ട് പല കൊല്ലങ്ങളായവരില്ലയോ? ഇന്ന് പകൽ നിങ്ങളെ ഒന്ന് തട്ടി ഉണർത്താൻ ഞാൻ താല്പര്യപ്പെടുക. യേശുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ച് വർഷങ്ങളായി വരട്ടെ എന്നും പറഞ്ഞ് തീരുമാനമെടുക്കാൻ പോകുന്ന ഒരു പലരില്ലേ? ഇന്ന് പകൽ നിങ്ങളെ ഒന്ന് തട്ടിക്കൊണ്ട് പോകുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു. യേശു ഒരിക്കൽ ഇതുവഴി ഈ കുളത്തിലൂടെ വരുമ്പോൾ ഒരു അപ്പച്ചൻ കിടക്കുന്നു. 38 കൊല്ലമായി അപ്പച്ചൻ ഈ കിടപ്പാണെന്ന് യേശു അറിഞ്ഞു. ചോദിച്ചറിഞ്ഞതല്ല, ദൈവം സ്വയം അറിഞ്ഞു. എന്നിട്ട് മനുഷ്യനോടൊരു ചോദ്യം ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആ മനുഷ്യൻ യേശുവിനോടൊരു മറുപടി പറഞ്ഞു, മോനെ എന്ന് വിളിക്കാനൊരു കാര്യമുണ്ട്. അപ്പച്ചൻ 38 കൊല്ലമായിട്ട് അവിടെ തന്നെ കിടക്കുക. ഉണ്ടായ അന്ന് അപ്പച്ചൻ അവിടെ വന്ന് കിടന്നതല്ല. അപ്പച്ചൻ്റെ അപ്പനും അമ്മയും മരിക്കുന്ന കാലത്തായിരിക്കും ആരെങ്കിലും പോക്കി ഈ കുളക്കരയെ കൊണ്ടാക്കി വെച്ച് പൊക്കളഞ്ഞത് എന്നാണ് എൻ്റെ തോന്നൽ. ഒറ്റയ്ക്ക് കിടക്കാൻ തുടങ്ങിയിട്ട് 38 കൊല്ലമായി അവിടെ കിടക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 10-60 വയസ്സെങ്കിലും അപ്പച്ചന് പ്രായം വരത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ അപ്പച്ചൻ എന്നൊക്കെ കയറി വിളിക്കുന്നത്. 10-60 വയസ്സെങ്കിലും പ്രായമുണ്ട്. യേശുവിനാണെങ്കിൽ 30 വയസ്സായതേ ഉള്ളൂ. അതുകൊണ്ട് അപ്പച്ചൻ യേശുവിനെ കൊച്ചനെ എന്നൊന്ന് വിളിച്ചുകൊണ്ട് ഒരു തകരാറുമില്ല. അപ്പച്ചൻ ചോദിക്കുകയാണെങ്കിൽ, എടാ കൊച്ചനെ, വിശ്വാസമില്ല എന്നിട്ട് അല്ലടാ ഞാനിവിടെ കിടക്കുന്നത്, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. എത്ര പേര് ഈ മറുപടി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. എടാ മോനെ, നീ രോഗശാന്തിയെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, ഈ ഉള്ളവും കണ്ടുകൊണ്ട് കിടക്കുക. എടാ, ഇടയ്ക്കിടയ്ക്ക് ദൂതൻ ഇവിടെ ഇറങ്ങുന്നതും കുളം കലക്കുന്നതും ഞാൻ കാണുകയാ. ആദ്യം അതിനകത്ത് ഇറങ്ങുന്നവൻ ഏത് രോഗിയാണെങ്കിലും സൗഖ്യമായത് കണ്ണിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ട് 38 കൊല്ലമായി ഞാൻ ഇവിടെ കിടക്കുക. എൻ്റെ കൊച്ചനെ, നീ എൻ്റെ അടുക്ക ചോദിച്ചു കളഞ്ഞല്ലോടാ സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇല്ല, പിന്നെ ഇവിടെ കിടക്കൂടാ. പറഞ്ഞ അപ്പച്ച സത്യമാണെങ്കിൽ ചുരുട്ടപ്പച്ച ബെഡപ്പോ.
ഞാൻ പലയിടത്തും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ഈ ബെഡ് ചുരുട്ടിച്ച് വിട്ടതെന്ന്. അല്ലേ അപ്പച്ചൻ തിരിച്ചു വരുമെന്നാണ് പലരും പറയുന്നത്. കാര്യം ഈ 38 വർഷത്തെ കിടപ്പ് പരമസുഖമായിരുന്നു. അവരെല്ലാം കൂടെ, നാട്ടുകാരെല്ലാം കൂടി പുള്ളിയെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ പുള്ളിക്കൊരു നല്ല സ്ഥാനമൊക്കെ കൊടുത്ത് ഇയാളെ വെച്ചിരിക്കുകയായിരിക്കാം. ഇയാളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും പുള്ളി തിരിച്ച് ഇവിടെ തന്നെ വന്ന് കിടക്കാൻ സാധ്യതയുണ്ട്. സ്നാനപ്പെട്ടേച്ച് പഴയ സ്ഥാനത്ത് തിരിച്ചു പോയി കിടക്കുന്ന ഈ എത്രയോ പുള്ളികളുണ്ട്. അപ്പോൾ യേശു അത് പറഞ്ഞതിനകത്ത് നമുക്കൊരു ഗുണപാഠമുണ്ട്. എടാ പോ, ചുരുട്ടടാ ബെഡ്, ചുരുട്ട്, ഇതും ചുരുട്ടിക്കൊണ്ട് വേണ്ടി വിടുന്നു പോകാൻ. കാര്യം നിന്നെ ഇനി ഇവിടെ കണ്ടേക്കരുത്, നീ ഇനി രോഗികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടേണ്ടവനല്ല. ഒരിക്കൽ എൻ്റെ കരസ്പർശം ഉണ്ടായാൽ, ഇല്ല എൻ്റെ ഇടപെടലുണ്ടായാൽ നിന്നെ ഇവിടുന്ന് വിടുന്നവനാ യേശു. രോഗികളെ തേടുന്നവനാണ്, എല്ലാ മണ്ഡലങ്ങളിലും തേടും. ഇന്ന് പകൽ ശാരീരിക രോഗമോ ആത്മരോഗമോ സാമ്പത്തിക രോഗമോ ബിസിനസിൻ്റെ രോഗമോ, ഇന്ന് പകൽക്കാലം രോഗം പിടിച്ചവരെ നിങ്ങളെ തേടി യേശു വന്നിട്ടുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്ന യേശു. എന്തുകൊണ്ടാണ് അത് ആവശ്യമായി വന്നത്? മോനെ, ഈ ലോകത്തിൽ ഇവിടെ 2 ശക്തികളാടാ. ഒന്ന് നിന്നെ കിടത്തിക്കളയുന്ന ശക്തി, രോഗിയാക്കുന്ന ശക്തി. അതൊരു ഗവൺമെന്റാ, അത് അന്ധകാര ലോകത്തിന്റെ വകയാ. ഞാൻ എഴുന്നേൽപ്പിച്ചു വിടുന്ന ശക്തിയാ, ഞാൻ സൗഖ്യമാക്കുന്ന ശക്തിയാ. ഇന്ന് രാത്രിയിൽ 2 ശക്തികൾ ഈ അന്തരീക്ഷത്തിലും ഭരിക്കയാ. രോഗക്കിടക്കയിൽ തേടുന്ന, ഞാൻ പറഞ്ഞല്ലോ, ശാരീരിക രോഗമോ സാമ്പത്തിക രോഗമോ ആത്മരോഗമോ എന്തുമാട്ടെ, അതിനകത്ത് താങ്ങുവാൻ ഒരു കരം ഇവിടെ ഉണ്ട്. അത് യേശുവിൻ്റെ കരമാണ്. അത് വെളിച്ചത്തിൻ്റെ സാമ്രാജ്യമാണ്. കിടത്തിക്കളയുന്ന വേറൊരു കരം ഇവിടെ ഉണ്ട്. അത് ഇരുളിൻ്റെ ശക്തിയാണ്. ഇന്ന് ഏതിനകത്തായിരിക്കും? കഴിഞ്ഞ ദിവസം ഒരു കർത്താവിൻ്റെ ദാസൻ, എനിക്ക് അദ്ദേഹത്തെ ഒരു പരിചയവുമില്ല, കേട്ട പരിചയമല്ലാതെ കണ്ട പരിചയമില്ല, അതുകൊണ്ട് ഞാൻ പേര് പോലും കോട്ട് ചെയ്യുന്നില്ല. അദ്ദേഹത്തോട് അന്യഭാഷയെ കുറിക്കുന്ന ഒരു ചോദ്യം ഒരാൾ ചോദിച്ചു. അന്യഭാഷയെ കുറിക്കുന്ന, അന്യഭാഷകൾ എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, ഈ ചോദ്യം 3 തരത്തിൽപ്പെട്ട ആളുകളിൽ നിന്നുണ്ടാകാം. ഒന്നാമത്തേത്, നന്നാകാൻ വേണ്ടി ദൈവതുല്യരായി ദൈവത്തോടടുത്ത് വളരുവാൻ താല്പര്യപ്പെടുന്നവർ ഈ ചോദ്യം ചോദിക്കും. രണ്ടാമത്തേത്, ഇതിനെ നിഷേധിക്കാൻ വേണ്ടി പൈശാചികമായ ചിന്തയോടുകൂടെ ചോദിക്കുന്നവരുണ്ടാവും. മൂന്നാമതൊരു കൂട്ടർ ഗുണത്തിനുമല്ല ദോഷത്തിനുമല്ല ചുമ്മാ ഒരു ചോദ്യം ഇരുന്നോട്ടെന്ന് കണ്ടങ്ങ് ചോദിക്കുന്നവർ കാണും. നിൻ്റെ ചോദ്യം ഏത് ആത്മാവിലാണ്? നിനക്കിതിനെ നിഷേധിക്കുവാൻ വേണ്ടി കളിയാക്കാൻ ചോദിക്കുകയാണോ? പണി നോക്ക്, വേറെ വല്ലവരോടും പോയി ചോദിക്കുക. അതോ അറിയാൻ വേണ്ടി ചോദിക്കുകയാണോ? വളരാനുള്ള താല്പര്യത്തിലാണോ? ഞാൻ മറുപടി പറഞ്ഞു തരാം. ഇല്ല, ചുമ്മാ ഒന്ന് തമാശന് അറിയാനാണോ? വേറെ വല്ലതും ചോദിര്, വേറെ വല്ലവരോടും പോയി ചോദിര്, എൻ്റെ സമയം കളയാതെ. ഇന്ന് പകൽ നമുക്കെല്ലാവർക്കും ചിന്തകൾ 2-3 തരത്തിലാകാം. ഒന്ന്, നന്നാകാനുള്ള ചിന്ത. കർത്താവേ, എനിക്ക് അടുത്തു വരാൻ താല്പര്യമുണ്ട്, അങ്ങയെ തൊടുവാൻ താല്പര്യമുണ്ട്, അങ്ങനെ സഹായിക്കണമെന്ന് താല്പര്യമുണ്ട്. അങ്ങനെയുള്ളവരോട് മാത്രം ഇടപെടുന്നതാണ് ദൈവിക സാമ്രാജ്യം. ഇന്ന് പകൽ ആത്മാർത്ഥതയുടെ അടിത്തട്ടിൽ നിന്ന് ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾ കിടക്കുന്ന കിടപ്പിൽ നിന്ന് പൊക്കി ഉയർത്തുവാൻ ശക്തിയുള്ള വാക്കുകളുമായി, എൻ്റെ കൈയൊന്നും നീട്ടണ്ട അപ്പച്ച, കൈയൊന്നും നീട്ടണ്ട, ഒരൊറ്റ വാക്കുമതി അങ്ങയുടെ ഹൃദയത്തിലേക്ക് കയറുവാൻ. പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ വാക്കുകൾ ചില ഹൃദയങ്ങളിലേക്ക് കടക്കട്ടെ. നിങ്ങൾ എഴുന്നേൽക്കുന്നത് വരെ, സൗഖ്യമാകുന്നത് വരെ, വിടുവിക്കപ്പെടുന്നത് വരെ ഈ വാക്കുകൾ മാറുകയില്ല. ഈ വാക്കുകൾ നിന്നതിൻ്റെ ക്രിയ ചെയ്യും. ഞാൻ പോകട്ടെ. രോഗക്കിടക്കയിൽ തപ്പുന്നവനാണ്, മതഭ്രാന്തന്മാരുടെ ഇടയിൽ തപ്പുന്നവനാ. മതത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച് കണ്ട കൊള്ളരുതാഴിയെ ഒക്കെ കാണിച്ച് നടത്തുന്ന ഒരു സിസ്റ്റം പൈശാചിക ലോകത്തിനുണ്ട്. അതിൻ്റെ ഒന്നാന്തര ഉദാഹരണമാണ് വിശുദ്ധ പൗലൂസ്, വിശുദ്ധനായി തീർന്ന പൗലൂസ്. മതത്തിൻ്റെ ഭ്രാന്ത് നിമിത്തം ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകളിൽ നിന്നുകൊണ്ട് തേണ്ട മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രങ്ങളും വാങ്ങിക്കൊണ്ട് ദൈവസഭയെ മുടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു മതഭ്രാന്തനെ കണ്ടു. ആ മതഭ്രാന്തനെ കണ്ട് കർത്താവ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇവൻ്റെ അകത്തൊരാത്മാവുണ്ട്. ഇവൻ്റെ അകത്തെ ആത്മാവ് ആത്മാർത്ഥതയുള്ളതാ. നന്നാക്കി എടുത്താൽ നന്നാകാൻ കൊള്ളാവുന്ന ആത്മാർത്ഥതയുണ്ട്. ഇന്നവൻ മതഭ്രാന്തനാണെങ്കിലും ഇവൻ്റെ കണ്ണു തുറക്കാൻ കഴിയും. ഇവൻ്റെ കണ്ണു തുറന്നാൽ ഇരുട്ടിലുള്ള ജനത്തെ, അവരുടെ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ ഇവനെ ഉപയോഗിപ്പാൻ കഴിയും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ ശക്തനായ ഒരു ദൈവം ഇന്ന് പകൽ ഇതിന്റെ നടുവിലുണ്ട്. ഹേ മതഭ്രാന്തിൽ കഥപ്പെട്ടുപോയവരെ, മടങ്ങി വരിക.
ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. മതഭ്രാന്തന്മാരെ തപ്പുന്നവനായ ദൈവം. ഓരോ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. 3, അഹങ്കാരത്തിൽ കാണാതെ പോയ പഴയ നിയമത്തിലൊരു ചക്രവർത്തി ഉണ്ട്, ബേൽഷസ്സർ. അവൻ്റെ അഹങ്കാരത്തിൽ കാണാതെ പോയവനാ. ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് അഹങ്കരിക്കാൻ ഏതാണ്ട് ഉണ്ടായിരുന്നു. നമുക്കാർക്കും ഒരു ചുക്കും ഉള്ളതല്ല, നമുക്കാർക്കും അഹങ്കരിക്കാൻ ഒരു ചുക്കുമില്ല. ബേൽഷസ്സറിൻ്റെ പ്രത്യേകത 1000 മഹത്തുക്കൾക്ക് സ്വന്തം വീടിൻ്റെ ഫ്രണ്ടിലത്തെ റൂമിൽ, ബാങ്കറ്റ് ഹാളിൽ ഒരു വിരുന്നൊരുക്കിയവനാണവൻ. സ്വന്തം വീടിൻ്റെ അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ മുന്നിലത്തെ റിസപ്ഷൻ ഹാളിൽ, ബാങ്കറ്റ് ഹാളിൽ 1000 മഹത്തുക്കൾക്ക് ഒരു വിരുന്നൊരുക്കി. 1000 മഹത്തുക്കളെ ഒരുമിച്ചിരുത്താൻ കഴിവുള്ളവനായിരുന്നു അങ്ങേര്. എൻ്റെ വീട്ടിൽ ഭൂമിയിൽ ഒരു മഹാത്മാവ് പോലും വന്നിട്ടില്ല, ഇരുത്താൻ സ്ഥലവുമില്ല, വന്ന കയറ്റാൻ ഒരു നിവൃത്തിയുമില്ല. ഇന്ത്യൻ പ്രസിഡന്റ് വീട്ടിലോട്ട് വരുന്നു എന്ന് അറിയിച്ചാൽ ഞാൻ എവിടെ ചെന്ന് രക്ഷപ്പെടും? ഒരൊറ്റ മഹത്തുക്കളെ ഇരുത്തുവാൻ കഴിവില്ലാത്തവരാ നമ്മളെപ്പോലെ ഒരുത്തൻ്റെ കാര്യം അല്ല പറയുന്നത്. 1000 മഹത്തുക്കളെ ഒരുമിച്ച് തൻ്റെ ബാങ്കറ്റ് ഹാളിൽ ഇരുത്തി അവർക്ക് ഒരുമിച്ച് ആഹാരം വിളമ്പുവാൻ കഴിവുള്ളവനായ ചക്രവർത്തി, എൻ്റെ ധനമാഹാത്മ്യത്തിനായി ഞാൻ നിർമ്മിച്ച മഹദീയം ബാബേൽ എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ച് നിൽക്കവേ അഹങ്കരിക്കുന്നവനെ തേടി എൻ്റെ കർത്താവ് ചെന്നു. തേടി രക്ഷിക്കാനാണ് ചെന്നത്. ഇവനെ ചെന്ന് കണ്ടുമുട്ടി. ഇവനെ കണ്ടുമുട്ടിയപ്പോൾ ഈ പുള്ളി കംപ്ലീറ്റ്ലി ഒഫീഷ്യലാ. അതുകൊണ്ട് രാജകീയ രീതിയിൽ വേണ്ടി ഇവനോട് ഇടപെടാൻ ഒരു കൈപ്പത്തി മാത്രമായി ഇറങ്ങി വന്ന് അവൻ്റെ കൺമുൻപിൽ ഭിത്തിമേൽ ഒരു എഴുത്തെഴുതി, മേനെ മേനെ തെഹേൽ ഉഫാർസിൻ. എന്താണ് ഈ എഴുതിയത്? അഹങ്കരിച്ചു നിന്നവൻ്റെ അഹങ്കാരം മാറി അവൻ്റെ കാലിൻ്റെ മുട്ടുകൾ പിറുപിറ ആടാൻ തുടങ്ങി. അവനും മനുഷ്യരായി, ഞാനും ഒരു മനുഷ്യൻ മാത്രമാ, അതിലപ്പുറത്തൊന്നുമല്ല. പ്രതീക്ഷിച്ചതിലുപരി കണ്ടാൽ എൻ്റെ സൈന്യങ്ങളെ അതിജീവിച്ച്, എൻ്റെ പട്ടാളപ്പടയെ അതിജീവിച്ച് ഇതിനകത്ത് കയറുവാൻ ഒരു കൈപ്പത്തിക്ക് കഴിഞ്ഞെങ്കിൽ ആകെപ്പാടെ എൻ്റെ ഒന്നുമില്ലായ്മ മനസ്സിലായി പിറുപിറ ആടുവാൻ തുടങ്ങി. അദ്ദേഹം മന്ത്രവാദികളെ വിളിച്ചു, ശകുനവാദികളെ വിളിച്ചു. ആരെങ്കിലും ഒന്ന് വായിരടാ. അവര് പറഞ്ഞു, പറ്റത്തില്ല, ഈ രാജ്യത്ത് ഒരു മഹാനുണ്ട്, അവന്റെ പേര് ദാനിയേൽ എന്നാണ്. നീ വിളിച്ച 1000 പേർ മഹത്തുക്കളല്ലടാ, നീ വിളിച്ച 1000 പേർ ജഡവാസമുള്ള മനുഷ്യരാണ്. എന്നാൽ ഇതിനകത്തൊരു മഹാനുണ്ട്. ആ മഹാന്റെ പ്രത്യേകത ജഡവാസമില്ലാത്ത ദൈവത്തിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന ഒരു ശരീരമാണത്. ഇന്ന് പകൽ ജഡവാസമില്ലാത്ത ദൈവത്തിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. മഹാനെ ഇയാൾ മീറ്റിങ്ങിന് വിളിച്ചില്ല, മഹത്തുക്കളെ വിളിച്ചപ്പോൾ സാക്ഷാൽ മഹാനായവൻ അവിടെ കിടക്കുക. ആ മഹാനായവനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ദാനിയേലിനെ വിളിച്ചുകൊണ്ട് ചെന്നു. ദാനിയേലിനോട് വെച്ച് എഴുത്ത് വായിക്കാമോ? അങ്ങനെ പറഞ്ഞു, രാജാവേ വായിക്കാമേ. എടാ, വായിച്ചാൽ നിനക്ക് ഇന്ന പ്രതിഫലം തരാം. കയ്യിലിരിക്കട്ടെ രാജാവേ, പ്രതിഫലം കയ്യിലിരിക്കട്ടെ. എടാ, നിനക്ക് ഇന്ന സമ്മാനങ്ങൾ തരാം. സമ്മാനം വേറെ വല്ലവനും കൊടുക്കുക, എനിക്ക് നിന്റെ സമ്മാനം വേണ്ട. നീ ഈ രാത്രിയിൽ ചാകാനുള്ളവനാ, നീ നാളത്തേക്ക് ഇല്ലടാ. നിന്റെ ഈ അഹങ്കാരമൊക്കെ കണ്ടാൽ ഏതാണ്ട് വലിയതാണെന്ന് തോന്നിയല്ലോ. എൻ്റെ ധനമാഹാത്മ്യത്തിനായി ഞാൻ നിർമ്മിച്ച മഹദീയം ബാബേൽ എന്ന് പറഞ്ഞുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ ആലയത്തിലെ ഉപകരണങ്ങളെ മ്ലേച്ഛമാക്കി നിന്റെ വേശ്യമാരുടെ മുൻപിലിട്ട്, നിന്റെ വെപ്പാട്ടികളുടെ മുമ്പിലിട്ട് തട്ടുന്ന ഹേ രാജാവേ, ഈ രാത്രിയിൽ നീ കൊല്ലപ്പെടുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ നിന്നെ തൂക്കി നോക്കി, നിന്റെ രാജ്യം 2ആയി വിഭജിച്ചു. ഈ രാത്രിയിൽ നീ ചാകാൻ പോകുകയാ. നിന്റെ സമ്മാനം ആർക്ക് വേണം? ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, വലിയവനായ ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളെ തൊടാതെ സൂക്ഷിച്ചോണം, തൊടാതെ സൂക്ഷിച്ചോണം. അല്ലെങ്കിൽ അവിടെയും തപ്പുന്നവനായ ദൈവം, ആ തേടുന്ന ദൈവം അഹങ്കാരത്തിൽ കാണാതെ പോയവനെ തേടി, ബേൽഷസ്സറിനെ തേടി. അനുതാപത്തിൽ കാണാതെ പോയവളെയും തേടുന്നതാ. മരണഭീതിയിലും അതിൻ്റെ അനുതാപത്തിലും. വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതിന് യഹൂദന്മാരുടെ ആളുകൾ ചേർന്നവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ അനുതപിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ പാദത്തിൽ എത്തിയതോടെ അനുതാപം അവിടെ അകത്ത് കയറി. യേശു അവളെയും തേടി. എങ്ങനെയാണ് ഇവളെ രക്ഷിക്കേണ്ടത്? രക്ഷിക്കുവാനുള്ള മാർഗങ്ങൾ തേടി. ആകപ്പാടെ പൊട്ട് കളിച്ച് ആരെയും കാണാതെ വേണം നിലത്തോട്ട് കുനിഞ്ഞിരുന്ന് കൈ കൊണ്ട് മണ്ണിനകത്ത് എഴുതി തുടങ്ങി എന്നാണ് ബൈബിൾ പറയുന്നത്. ജനത്തിൻ്റെ മുമ്പിൽ ഒരു ചോദ്യം ഇട്ടുകൊടുത്തു. ജനം ചോദിച്ചു, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമോ? മോശ അതാ പറഞ്ഞത്.
എടാ പരീക്ഷ നിനക്ക് മനസ്സിലാകുന്നില്ല. മോശ അയച്ച യജമാനായി നിൽക്കുന്നേ, മോശ അയച്ച യജമാനായി നിൽക്കുന്നേ. മുമ്പേ കൊളക്കരയിൽ കിടന്ന അപ്പച്ചൻ മനസ്സിലാകാതെ പോയ ഒരു കാര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുളം കലക്കുന്ന ദൂതനെ അയച്ച ദൈവമായി നിൽക്കുന്നത്. ഇവിടത്തേണ്ട മോശയെ അയച്ചവനായി നിൽക്കുന്നത്. അവൻ്റെ അടുക്കലാവെന്ന് ചോദിച്ച് ഇവളെ കല്ലെറിയാമോ? ഇവളെ തേടുവാൻ കർത്താവ്, ഇവളെ രക്ഷിക്കുവാൻ, ഒരു പഴുതന്വേഷിക്കുവാൻ കർത്താവ് തീരുമാനിച്ചു. എന്നിട്ടൊരു ഒറ്റ പ്രസ്താവന, നിങ്ങളിൽ ഈ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. ആകപ്പാടെ ജനത്തിൻ്റെ ഇടയിൽ മിടുക്കനാകാൻ ആഗ്രഹിച്ച ഒരുത്തിനൊരു കല്ലും എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇവളെ എറിയാൻ പോകുക. അപ്പോഴാണ് യേശു വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതുന്നത്. നോക്കിയപ്പോൾ ഇന്ന ആണ്ട്, ഇന്ന മാസം, ഇത്രാം തീയതി, ഇന്ന സ്ഥലത്ത് വെച്ച് അവൻ കല്ലും താഴെ ഇട്ടു സ്ഥലം വിട്ടു. കാര്യം അവനെ പിടിച്ച ഇടമാ. രണ്ടാമൻ കല്ലുമായി വന്നു. യേശു അപ്പുറത്തോട്ട് എഴുതി, ഇന്നയാണ്ട് ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന സാഹചര്യത്തിൽ അവൻ കല്ലും ഇട്ടേച്ച് ഓടി. മനസാക്ഷിയുടെ ആക്ഷേപം, പലതിൻ്റെയും മനസാക്ഷിയുടെ ആക്ഷേപം മറച്ചു വെച്ചുകൊണ്ട് പൊതുവിനെ കല്ലെറിയുവാൻ വരുന്ന നിങ്ങളെ രക്ഷിക്കേണ്ടതിന് അനുതപിക്കുന്ന ദൈവ പൈതലേ, സ്വർഗം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കല്ലെറിയുവാൻ ആനയിക്കപ്പെട്ട സ്ത്രീയെ രക്ഷിച്ചയക്കുവാൻ ശ്രമിച്ചവനായ ദൈവം അങ്ങനെ പലയിടത്തും തേടുന്നവനാണ്. പല രീതികളിൽ നാം കാണാതെ പോകാൻ ഞാൻ രണ്ടാം ഭാഗത്തേക്ക് വരികയാണ്. രണ്ടാം ഭാഗത്തേക്ക് പല രീതികളിൽ നമ്മെ കാണാതെ പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം മുഴുവനും കാണാതെ പോയതിൻ്റെ ഒരു ലിസ്റ്റാണ്, കാണാതെ പോയതിൻ്റെ ഒരു ചരിത്രമാണ്. 4-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ലൂക്കോസിൻ്റെ സുവിശേഷം 15:4 യേശു പറഞ്ഞു, നിങ്ങളിലൊരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, ഒന്ന് കാണാതെ പോയാൽ. ആടിനെ കാണാതെ പോയത് പോക്കറ്റ് കിഴിഞ്ഞത് കൊണ്ട് അതുവഴി ചോർന്നതല്ല. എൻ്റെ പോക്കറ്റിൽ 10 പൈസയുടെ ഒരു തുട്ടുണ്ടെന്നിരിക്കട്ടെ, അല്ലെ ഒരു 5 രൂപയുടെ ഒരു കോയിനുണ്ട് ഇന്നത്തെ ലാംഗ്വേജിൽ. പോക്കറ്റ് കിഴിഞ്ഞതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കാണാതെ പോയെന്ന് വരാം. മോനെ, ആട് പോക്കറ്റ് കിഴിഞ്ഞത് കൊണ്ട് കാണാതെ പോകത്തില്ല. അതിന് മടങ്ങി വരാൻ വഴി അറിയത്തില്ല, അലഞ്ഞു തിരിഞ്ഞു പോകുന്നതാ. തൽക്കാലം കാണുന്ന തീറ്റ് തിന്നുകൊണ്ട് കണ്ടതൊക്കെ കടിച്ചുകൊണ്ട് യജമാനൻ്റെ വഴി വിട്ടുപോയ ആ നാച്ചുറലി പോയ പോക്ക ആട് കാണാതെ പോയത്. ആട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയതല്ല. പണ്ട് ഈ പുറപ്പെട്ടു പോകുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ. 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്ക് തോക്കുമെന്ന് ഉറപ്പുള്ളവൻ അപ്പനോടും അമ്മയോടും പറയാതെ വീട്ടിൽ നിന്ന് സ്ഥലം വിടും, കിട്ടുന്നത് പൊട്ടിച്ചുണ്ട്. എന്നെ പുറപ്പെട്ടു പോയി എന്നാ പറയുന്നത്. പിന്നെ ചില ചെറുപ്പക്കാരി വേല കാണിച്ചിട്ടുണ്ട്, പുറപ്പെട്ടു പോകുക ആരും അറിയാതെ. ആടങ്ങനൊന്നും പോകത്തില്ല. ആടങ്ങനെ പോയതല്ല, അതിൻ്റെ കഴിവുകേട് കൊണ്ട് തൽക്കാലത്തേക്ക് തീറ്റി കടിച്ച് പലരും ജീവിത ശൈലികളിൽ തീറ്റി കടിച്ച്, പലരും ജീവിക്കേണ്ടതിന് വേണ്ടി മാർഗം തപ്പി, പലരും ജീവിക്കേണ്ടതിന് വേണ്ടി ചിന്തക്കുഴപ്പങ്ങളിലായി അതും ഇതും കാണിച്ച് യജമാനൻ്റെ ആലയം വിട്ട് അകന്നു പോകുന്ന പലതിനെ തേടിപ്പോകുന്ന യേശു കാണാതെ പോകുന്നത് മനഃപൂർവ്വമാകണമെന്നില്ല. സാഹചര്യങ്ങളുടെ മുഖത്ത് വഴിതെറ്റി പോകുന്ന പലതുമാകാം. യേശു പറഞ്ഞ അതിനെ കാണാതെ പോയതാ. 15-ാം അധ്യായത്തിൻ്റെ ലൂക്കോസ് 15:8 യേശു പറഞ്ഞു, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ. അമ്മച്ചി ദ്രഹ്മ തീറ്റി കടിച്ചു വഴിതെറ്റിയതല്ല, അമ്മച്ചിയുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പോയതാ. പലപ്പോഴും സഭകളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് അനേകർ നഷ്ടമാകുമ്പോൾ കർത്താവിനെ മാത്രം ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ കേരളത്തിൽ ഇഷ്ടംപോലെ കൺവെൻഷനുകൾക്ക് യാത്ര ചെയ്യുന്ന ആളാണ്. ഒരുപാട് സഭകൾ വിസിറ്റ് ചെയ്യുവാൻ കൃപയാൽ കർത്താവ് എനിക്ക് കഴിഞ്ഞ 60 ശിഷ്ടം വർഷമായി കൃപ തരുന്നുണ്ട്. കഴിഞ്ഞ 60 ശിഷ്ടം വർഷമായി എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽ ഈ 79ാം വയസ്സ് വരെ ഒരുപാടിടങ്ങൾ കാണുന്നുണ്ട്. യുവജനങ്ങളെ ഈ കഴിഞ്ഞ ഒരു 50 വർഷത്തിന് താഴെയായി, മേ ബി ഒരു 30 വർഷമായി യുവജനങ്ങളെ ചർച്ചുകളിൽ കാണുന്നത് കുറവാണ്. അത് കേരളത്തിൽ മാത്രമല്ല, വടക്കേ ഇന്ത്യയിലും അത് തന്നെയാണ്. ഇവരെല്ലാം ചെന്ന് ചാടുന്നത് അമേരിക്കയിലും കാനഡയിലും ആണെന്നല്ലേ പറയുന്നത്. അവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടെ എങ്ങും പിള്ളേരില്ലാത്തത് കൊണ്ടാണ് പിള്ളേരെല്ലാം അമേരിക്ക പോയിരിക്കാം. മോനെ, അമേരിക്കയിലും ഇത് തന്നെയാണ്. അപ്പൂപ്പനെ സഭായോഗത്തിന് വരാറുള്ളൂ, വേറെ ആരും വരാറില്ല. ചർച്ചിനകത്ത് സ്റ്റേജിൽ കുഞ്ഞുങ്ങളെ കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. മക്കളെ മാമ്പുവും കണ്ട് സന്തോഷിക്കരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എൻ്റെ കർത്താവേ, കൃപയിൽ നിർത്തണേ. സ്ത്രീയുടെ ബ്രഹ്മ നഷ്ടപ്പെടാൻ കാര്യം ബ്രഹ്മ സൂക്ഷിക്കാൻ സ്ത്രീക്ക് ഒക്കാഞ്ഞ കൊണ്ടാണ്. അതിന് തിരിച്ചെടുക്കേണ്ടതിന് വേണ്ടി അവൾക്കൊരു ബുദ്ധി ഉപദേശം അവളിൽ തന്നെ ഉണ്ടായി. ഒന്ന്, കെട്ട വിളക്കൊന്ന് കത്തിക്കണം. ആത്മീയ ദാഹം തീർന്നു പോയ ഇടത്ത്
അമേരിക്കയിൽ നടക്കാൻ പോകുന്ന കോൺഫറൻസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ആഡ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ 1-2 പദങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ ആത്മീയം എന്തെന്ന് കണ്ടിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പ്രസംഗിക്കപ്പെടുന്ന യോഗ്യമായ ഒരു പ്രസംഗം വരാറില്ല. ദൈവത്തിൻ്റെ സഭയിൽ നടക്കേണ്ട അപ്പോസ്തലനും പ്രവാചകനും ഉപദേഷ്ടാവും മറ്റും ദൈവസഭകളിൽ ഇല്ലാതെ പോയതിനാൽ യോഗ്യമായ ഒരു പ്രവചന വാക്ക് കേൾക്കാതെ കണ്ട കോമാളിത്തരം മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് ജനം മാറി. അമ്മച്ചി, ബ്രഹ്മ കാണാതെ പോകാൻ കാര്യം നമ്പർ 1 വിളക്ക് കെട്ടിട്ട് കാലം എത്ര ആയി? ബഥേലിനെ ഞാൻ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രത്യേകത ഒന്നുമല്ല, സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്നു. അനേക പരിഹാസികളുടെ കൊടുങ്കാറ്റുകൾ ശക്തമായി ഈ പൈശാചിക ലോകത്തിൽ നിന്ന് നമ്മുടെ മേൽ അടിച്ചിട്ടും ആലയത്തിലെ വിളക്ക് കെടാതെ നേരെ നിൽക്കുന്നതായ ചില പലകകളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. മോശ ആലയം പണിയുമ്പോൾ പറഞ്ഞു, മോശേ, ഖദിരമരം കൊണ്ട് നേരെ നിൽക്കുന്ന പലകകൾ ഉണ്ടാക്കണം. 48 അന്താഴങ്ങൾ കൊണ്ട് ഇവയെ തമ്മി കണക്ട് ചെയ്ത് ഈ പൈശാചിക മണ്ഡലത്തിൽ നിന്നും ബാഹ്യലോകത്തിൽ നിന്നും ശക്തിയേറിയ കാറ്റ് ഈ വിളക്കിന് നേരെ അടിക്കുമ്പോൾ ആ കാറ്റ് ഈ വിളക്കിനെ കെടുത്തിക്കളയാതെ പലകകൾ കൊണ്ട് ഉറപ്പിക്കണം. ഉറപ്പിക്കപ്പെട്ട പലകകൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അനേക പ്രതിസന്ധികളുടെ മുമ്പിൽ നേരെ നിൽക്കുവാൻ ഒരു കൂട്ടം ഭക്തന്മാരെ, ഭക്ത പലകകളെ സ്വർഗം ക്രമീകരിച്ചതിനായി സ്തോത്രം. ഉമ്മച്ചി, ബ്രഹ്മ കാണാതെ പോയത് എൻ്റെ കാരണം നമ്പർ 1 വിളക്ക് കെട്ടതാ. എഴുന്നേറ്റ് വിളക്ക് കത്തിക്ക്. 2 വീട് അടിച്ചു വാരഞ്ഞതാ. വീട് അടിച്ചു വാര്. കണ്ട അലങ്കോലങ്ങളെ വാരി ദൂരെ കളഞ്ഞേച്ച്. ഞാനിവിടെ പല ഗൗരവമായി പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ നിരൂപിക്കുന്ന ലേഖനങ്ങൾ ഉൾപ്പെടുന്ന മാസികകൾ ഉൾപ്പെടെ, ചാനലുകൾ ഉൾപ്പെടെ ബഹിഷ്കരിക്കേണ്ടതിനെ ബഹിഷ്കരിച്ച് വീടൊന്ന് അടിച്ചു വാരാമെങ്കിൽ കാണാതെ പോയ പല ദ്രഹ്മകളെയും തിരിച്ചു കിട്ടും. ദ്രഹ്മ കാണാതെ പോയി. അത് ദ്രഹ്മയുടെ കുറ്റം കൊണ്ടല്ല, ഓർമ്മക്കുറവ് കൊണ്ടല്ല, അമ്മച്ചിയുടെ കഴുകക്കേട് കൊണ്ടാ. കാണാതെ പോയ രംഗങ്ങളെ യേശു വർണ്ണിക്കുക. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാൻ ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിൽ വരും 2 സാമ്രാജ്യങ്ങളാണ്. ഒന്ന് ദൈവിക സാമ്രാജ്യമാ, 2 വിരോധമായി യുദ്ധം ചെയ്യുന്ന ഒരു പൈശാചിക സാമ്രാജ്യമാണ്. ഈ പൈശാചിക സാമ്രാജ്യമാണ് അമ്മച്ചിയുടെ വീട് വൃത്തികേടാക്കിയത്. ഈ പൈശാചിക സാമ്രാജ്യമാണ് അമ്മച്ചിയുടെ വീട് കെളുത്തിയത്. ഈ ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നത് 1 കാണാതെ പോയി. ആകെ വീണ്ടെടുക്കേണ്ടതിന് വിളക്ക് കത്തിക്കുന്നവർക്കായി സ്തോത്രം. വീടടിച്ചു വാരുന്നവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിനും അടിച്ചു വാരുന്ന ഒരു ക്രിയയുണ്ട്. അയോഗ്യമായ പലതിനെയും പൊക്കിയെടുത്ത് കളഞ്ഞുകൊണ്ട് ഷാരോൺ പെന്തക്കോസ്റ്റൽ വിഭാഗത്തിൻ്റെ പ്രസിഡൻ്റായി അതിനെ ഉണ്ടാക്കിയെടുത്ത, രൂപകൽപ്പന കൊടുത്ത പാസ്റ്റർ PJ തോമാച്ചായൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോടു കൂടെ ഷാരോൺ ഹെഡ് ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ അല്പം ഹൃദയഭാരത്തോടെ ഒരു ചോദ്യം ചോദിച്ചു. ഇതര പെന്തക്കോസ് വിഭാഗങ്ങളിൽ നിന്ന് മുടക്കപ്പെട്ട 1-2 പേരെ പാസ്റ്റർ PJ തോമാച്ചായൻ അംഗീകരിച്ചതായി ഞാൻ കേട്ടു. ആ ദിവസങ്ങളിൽ സംസാരമായിരുന്നത് ഇതര പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങളിൽ നിന്ന് മാതൃകാപരമല്ലാതെ ജീവിച്ച കുറ്റത്തിന് പിരിച്ചുവിടപ്പെട്ട ചിലരെ, മുടക്കിവിടപ്പെട്ട ചിലരെ PJ തോമാച്ചായൻ അംഗീകരിച്ചത് എനിക്കറിയാം. അച്ഛനോട് ചോദിച്ചാൽ ഇത് ശരിയാണോ? സുനിൽ പാസ്റ്ററുടെ ഭാഷയിൽ പേട്ടുതേങ്ങ പെറുക്കുന്നത് കൊള്ളാമോ? അത് അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്. തോമാച്ചായനോട് ചോദിച്ചതല്ല. പല വീടുകളിലും പുരയിടങ്ങളിലും തേങ്ങ ഇടുമ്പോൾ കൊള്ളുകയില്ലാതെ വരുന്ന പേട്ട് തേങ്ങകൾ എടുത്ത് കളയും. ഇതെല്ലാം കൂടെ പെറുക്കി കൂട്ടിയേച്ച് എന്തോ അഹങ്കാരം പറയാനാ. നമ്മുടെ ചർച്ചയിൽ നിന്ന് ഒത്തിരി പേട്ട് തേങ്ങ പെറുക്കിയവരുണ്ട്. പോട്ടെ, അതവൻ്റെ ഭാഷയാണ്. ഓക്കെ, ഞാൻ മുന്നോട്ട് മാറാം. ചായ അതിങ്ങനെ അംഗീകരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. PJ തോമാച്ചായൻ പറഞ്ഞൊരു വാചകമുണ്ട്. ഞാൻ എല്ലാ സഭാവിഭാഗങ്ങളുടെയും തലപ്പത്ത് നിൽക്കുന്നവരോട് അവസരം കിട്ടുമ്പോൾ സംസാരിച്ചിട്ടുണ്ട്, അവരുടെ ആശയങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ദൈവം ഒരു കൂടെ വലിയൊരു ചർച്ചൻ്റെ തന്നത്. അച്ചായൻ പറഞ്ഞത്, മോനെ, പലപ്പോഴും തെറ്റിദ്ധാരണകളുടെ പുറത്തു പോകുന്നവരുണ്ട്. അവരെ അംഗീകരിച്ചാലും പരിശുദ്ധാത്മാവിന് തൻ്റേതായ ഒരു ശുദ്ധീകരണ ക്രിയയുണ്ട്. പരിശുദ്ധാത്മാവിന് കൊള്ളുകയില്ലാത്തവരെ നമ്മുടെ കൂടെ നിൽക്കാനും ദൈവം അനുവദിക്കത്തില്ല. അവരെ പിന്നെയും തട്ടിക്കളയും. അമ്മച്ചി, വീടൊന്ന് ക്ലീൻ ചെയ്യും. അമ്മച്ചി, പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധീകരണ ക്രിയയ്ക്ക് വിട്ടുകൊട്, അതിനെ തിരിച്ചെടുക്കാൻ നോക്കും. ഒന്ന്, ഇറങ്ങിപ്പോയ ആട്
2, സ്ത്രീയുടെ 10 ദിരഹ്മ. ഇത് രണ്ടും 2 സാഹചര്യങ്ങളാണ്, കാണാതെ പോയതാ. 3, 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിലെ ഇളയവൻ ധൂർത്തുപുത്രനെന്നും ഞങ്ങളുടെ നാട്ടിൽ മുടിയൻ പുത്രനെന്നുമാണ് ഈ പുള്ളിയെ വിളിക്കുന്ന ഓമന പേര്. അങ്ങനെയുടെ കറക്റ്റ് പേര് ബൈബിളിൽ തന്നിട്ടില്ല. ഈ ദൈവത്തെ വിട്ടുപോകുന്നവൻ്റെ ഒന്നും കറക്റ്റ് പേര് ബൈബിളിൽ കാണത്തില്ല. പിന്നെ നമുക്കൊക്കുന്ന പേരിൽ നമ്മളങ്ങ് വിളിക്കുക. ഇവനെ നമ്മൾ കൊക്കുന്ന പേരിൽ ധൂർത്തുപുത്രൻ എന്നാണ് പലരും വിളിക്കുന്നത്. മുടിയൻ എന്നുള്ള പദം അത്ര ശരിയല്ലാത്തത് കൊണ്ട് ധൂർത്തുപുത്രൻ അങ്ങനെ ഇരിക്കട്ടെ, ഇവനെ ഈ പേരിലും വിളിക്കാറുണ്ട്. യവൻ മനഃപൂർവ്വം ഇറങ്ങിപ്പോയതാണ്, കാണാതെ പോയതൊന്നുമല്ല, അവൻ അറിഞ്ഞുകൊണ്ട് പോയത്. ഇന്ന് പകൽ പലരും എൻ്റെ ഇഷ്ടം ഇതാണ്, എൻ്റെ സൗകര്യം ഇതാ, എനിക്കിതാ സൗകര്യപ്പെടുന്നത്, അപ്പൻ്റെ തത്വം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവനുണ്ട്. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുന്നത് ഇവൻ ചത്തുപോയ പോക്കാ, ഇവനെ കാണാതെ പോയ പോക്കാ. 3 പ്രത്യേക സാഹചര്യങ്ങൾ ഞാൻ തൊട്ടു. 3ഉം തികച്ചും വ്യത്യസ്തങ്ങളാണ്. 3-നെക്കുറിച്ചും കാണാതെ പോയി എന്നാണ് പറയുന്നത്. ഈ എൻ്റെ മകൻ 24-ാമത്തെ വാക്യത്തിൽ ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. ഈ മോൻ പന്നിക്കൂട്ടത്തിൽ ചെന്ന കഥ അറിയാൻ വയ്യാത്തവർ കാണുകയില്ല, അതുകൊണ്ട് കഥ പറയുന്നില്ല. ഈ മോൻ പന്നിക്കൂട്ടത്തിൽ ജീവിക്കുന്ന കാലം അപ്പൻ്റെ വീട്ടിൽ നിന്ന് ചത്തതാ. ഈ മോൻ ആ വാളവരയുടെ പുറകെ നടക്കുമ്പോൾ ഈ വീട്ടിൽ കാണാതെ പോയതാ. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ മോൻ വേണ്ടാധീനതയിൽ ജീവിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ കാണാതെ പോയവനാ. ഈ മകൻ അപ്പൻ്റെ ഭവനം വിട്ട് അന്യനായപ്പോൾ സ്വന്തം ഭവനത്തിൽ ചത്തവനാ. അപ്പൻ്റെ ഭവനത്തിൽ ചത്തപ്പോൾ ഇവൻ പന്നിക്കൂട്ടത്തിൽ ജീവിക്കുന്നവനാ. അപ്പൻ്റെ ഭവനത്തിൽ കാണാതെ പോയപ്പോൾ ഇവൻ പന്നികളുടെ ഇടയിൽ കണ്ടവനാ. ഇന്ന് പകൽ നമുക്ക് അപ്പൻ്റെ ഭവനത്തിൽ കാണാം. നമ്മുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനോടുകൂടെ അത്രേ. വിശുദ്ധ കൂട്ടായ്മയിൽ ദൈവസഭയിൽ തുടരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. അതിൻ്റെ വെളിയിലൊരു കൂട്ടായ്മ എനിക്ക് പറ്റുകയില്ല. കാര്യം അപ്പൻ്റെ വീട്ടിൽ ഞാൻ കാണാതെ പോയവനാ. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ ഇറങ്ങി വന്നവനായ യേശു. യേശുവിൻ്റെ വരവിൻ്റെ പ്രധാന ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ യേശുവിൽ വരെ വന്നു. യേശുവിൻ്റെ വരവിൻ്റെ പ്രധാന ലക്ഷ്യത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 1 യോഹന്നാൻ 3:8 പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് കാണാം. എന്തിനു വേണ്ടിയാണ് യേശു ഇറങ്ങി വന്നത്? കാണാതെ പോയി ഇതിനെ തിരഞ്ഞു രക്ഷിപ്പാനാ. ആ തിരഞ്ഞു രക്ഷിക്കണമെങ്കിൽ നമ്പർ 1 പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ചേ മതിയാകൂ. എന്നെ ഒരിടത്തു കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ചങ്ങല അഴിച്ച് എന്നെ പുറത്തെടുക്കാതെ യേശുവിന് എന്നെ കൊണ്ടുവരാനൊക്കത്തില്ല. ഇന്ന് പകൽക്കാലം സകല പാശങ്ങളെയും ചങ്ങലകളെയും ആഴത്തും പൊട്ടിച്ചും നുകത്തിൻ്റെ അമിക്കയറുകളെ തകർത്തും ചെത്തിയും എൻ്റെ സ്വർഗത്തിലെ ദൈവം ചിലതിനെ വീണ്ടെടുക്കട്ടെ. മദ്യപാനത്തിൻ്റെ പിടിയിൽ പോയ, പാപത്തിൻ്റെ ആസക്തിയിൽ പോയാ, വേണ്ടാത്തത് വായിച്ച് രസിച്ചു പോയാ, വേണ്ടാത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോയാ, അശുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു പോയാ, ചിലതിൻ്റെ ചങ്ങല പൊട്ടിച്ച് പുറത്തെടുക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ചില ചങ്ങലകൾ പൊട്ടട്ടെ. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കണമെങ്കിൽ നമ്പർ 1 പിശാചിൻ്റെ പ്രവൃത്തിയെ ഇല്ലാതെയാക്കിയേ മതിയാകൂ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ മറക്കരുത്. പിശാച് ഒരുത്തനെ പിടിച്ചാൽ സ്വതന്ത്രനായി വിടത്തില്ല, പിടിച്ചു കെട്ടും. പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്തതുപോലെ. എൻ്റെ സ്നേഹിതന്മാരിൽ ചിലർ അമേരിക്കയിലുണ്ട്. തലമുറകൾ വരുന്ന വിശ്വാസത്തിൻ്റെ ശോഷണം കൊണ്ട് തിരിച്ച് ഇന്ത്യയിൽ പോകണം എന്ന് പലർക്കും താല്പര്യമുണ്ട്, അവരുടെ പഴയ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ. എൻ്റെ സഹോദരന്മാരെ, വന്നിട്ട് ഒരു ഗുണവുമില്ല, ഇവിടെ അതിനേക്കാൾ കഷ്ടമാണ്. എങ്കിലും അവർ പറയാറുള്ള സംഗതി ഇതാ: ഇവിടുന്ന് ഇപ്പോൾ പോകാനൊക്കത്തില്ല. കാറ് കടം വാങ്ങിച്ചതാ, വീട് കടം വാങ്ങിച്ചതാ, വാഷിംഗ് മെഷീൻ കടം വാങ്ങിച്ചതാ. എൻ്റെ പൊന്നെ, എഴുതുന്ന പെണ്ണ് എനിക്കറിയത്തില്ല, ഓട്ടുമുഖാരി എല്ലാം കടമാണ്. പെണ്ണും കടമാണ്, കാര്യം ക്രെഡിറ്റ് കാർഡിലല്ലേ വാങ്ങിച്ചേ. എല്ലാം കടമാണ്, കളഞ്ഞു വെച്ച് പോകാനൊക്കത്തില്ല. മോനെ, പിശാചിൻ്റെ കയ്യിൽ പെട്ടാലും ഇതുപോലെ അവൻ ഒരുപാട് ആനുകൂല്യങ്ങൾ അനുഭവിക്കും, പക്ഷെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇതിനെ പൊട്ടിക്കട്ടെ. നഷ്ടപ്പെട്ട മനുഷ്യനെ മറുവില കൊടുത്ത് വീണ്ടുകൊള്ളുവാൻ, നിത്യജീവനും പറുദീസയും നൽകി വീണ്ടെടുക്കാൻ, പ്രതിഫലം കൊടുത്ത് മാനിപ്പാൻ, വന്നുപോയ നഷ്ടത്തിന് പ്രതിശാന്തി വരുത്തുവാൻ,
തെളിയിക്കപ്പെടുന്ന തന്നോടൊപ്പം ഇരുത്തി, തെളിയിക്കപ്പെടുന്നവരെ തൻ്റെ കൂടെ ഇരുത്തി തൻ്റെ മണവാട്ടിയായി സൂക്ഷിക്കുവാൻ യേശു ഇറങ്ങി വന്നു. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ. ഞാൻ ഓരോന്ന് വിശദീകരിക്കാൻ ഒക്കത്തില്ല. നഷ്ടപ്പെട്ട മനുഷ്യനെ മറുവില കൊടുത്ത് വീണ്ടുകൊള്ളുവാൻ, നിത്യജീവനും പറുദീസയും നൽകി വീണ്ടെടുക്കാൻ, പ്രതിഫലം കൊടുത്ത് മാനിപ്പാൻ, വന്നുപോയ നഷ്ടത്തിന് പ്രതിശാന്തി വരുത്തുവാൻ, അവസാനമായി തെളിയിക്കപ്പെടുന്നവരെ തന്നോടൊപ്പം ഇരുത്തി തൻ്റെ മണവാട്ടിയായി സൂക്ഷിക്കുവാൻ യേശു ഇറങ്ങി വന്നു. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുന്നതോടെ ഇത്രയും കാര്യങ്ങൾ നടന്നിരിക്കും. ഇന്ന് പകൽ പിശാചിൻ്റെ പ്രവൃത്തി അഴിഞ്ഞാൽ നഷ്ടമായ പലതിനും പ്രതിഫലം തന്ന് ഇന്ന് പകൽ അവൻ മാനിക്കും. നിനക്ക് 5 രൂപ നഷ്ടമായില്ലേ, ഞാൻ 50 മടക്കി തരാം. നിനക്ക് നിന്റെ 5 വർഷം നഷ്ടമായില്ലേ, 50 വർഷം മുൻപിൽ തരാം. നിന്റെ 2 എക്സാമിന് നീ തോറ്റില്ലേ, 20 എക്സാമിൽ ഞാൻ നിന്നെ ഉയർത്തി തരാം. ഇന്ന് പകൽക്കാലം നഷ്ടപ്പെട്ടതിന് പ്രത്യുപകാരം ചെയ്ത് മടക്കി തരുവാൻ കഴിവുള്ള നിത്യനായ ദൈവമേ, എൻ്റെ ജനത്തിന് നടുവിൽ വന്ന് അങ്ങ് സിംഹാസനസ്ഥനാകണമേ. അങ്ങ് ഇറങ്ങി വന്നത് ഇതിനല്ലേ? ഇത് വിളിച്ചു പറയുവാനല്ലേ ഞങ്ങളെ ഇവിടെ ആക്കിയത്? നഷ്ടപ്പെട്ട മനുഷ്യനെ മറുവില കൊടുത്ത് വീണ്ടുകൊള്ളുവാൻ, കർത്താവെ, മറുവില തരുവാൻ ഞങ്ങൾക്കാർക്കും കഴിയുകയില്ല. ഒരു മനുഷ്യന് ജീവനോടിരിക്കുമ്പോൾ എത്ര നന്മ ചെയ്താലും അവൻ അഥവാ മരിച്ചാൽ പോലും അവൻ്റെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. എൻ്റെ പാപത്തിന് വേണ്ടി മരിക്കുവാൻ മറ്റൊരുത്തനും കഴിയുകയില്ല. പകരം പാപമില്ലാത്ത രക്തത്തിൽ ജനിച്ച ദൈവത്തിൻ്റെ ദിവ്യ കുഞ്ഞാടായവൻ ജഡാവതാരത്തിൽ ഇറങ്ങി വന്ന ദൈവപുത്രൻ മാത്രമേ എന്നെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. മനുഷ്യന് മറുവില കൊടുത്ത് രക്ഷിക്കുകയുള്ളുവാൻ യേശു ഇറങ്ങി വന്നു. അതിനാ യേശു വന്നത്. നിത്യജീവൻ നഷ്ടപ്പെട്ട് എനിക്ക് നിത്യജീവൻ തരുവാൻ, ഏതെൻ്റെ മണ്ണിൽ വെച്ച് നിത്യജീവൻ നഷ്ടപ്പെട്ട് മരണത്തിനും ദ്രവത്വത്തിനും അടിമകളായി ഇറങ്ങി വന്ന എന്നെ ദ്രവത്വത്തിൽ നിന്ന് മാറ്റി എൻ്റെ ശാപം പൊട്ടിക്കുവാൻ യേശു ഇറങ്ങി വന്നു. പറുദീസ എനിക്ക് തിരികെ തരുവാൻ, പറുദീസയിൽ നിന്ന് ഇറക്കി വിടപ്പെട്ട എന്നെ ദൈവിക പറുദീസയിൽ മടക്കിയെടുക്കുവാൻ, വീണ്ടെടുക്കുവാൻ, പ്രതിഫലം കൊടുത്ത് മാനിക്കുവാൻ, ഓട്ടത്തിനും അധ്വാനത്തിനും കർത്താവിന് വേണ്ടി ഒരുപാട് ചെയ്തവരുണ്ട്. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഞാനും എൻ്റെ ഭാര്യയും കൂടെ പറഞ്ഞു, ഇപ്രാവശ്യം 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും കഴിവിനപ്പുറത്ത് എന്തെല്ലാം ചെയ്തു. കഴിവിനപ്പുറത്ത് അവരവരുടെ കഴിവിനല്ല ചെയ്തത്, കഴിവിനപ്പുറത്ത്. എങ്ങനെ ഇവരെ മാനിക്കും? സഹോദരന്മാരെ, മാനിക്കാൻ, പ്രതിഫലം തരുവാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ നിത്യനായ ദൈവത്തിൻ്റെ കയ്യിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. പ്രൈസ് ദ ലോർഡ്. നിത്യനായ ദൈവത്തിൻ്റെ ബലമുള്ള കൈകളിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാ. തലമുറകൾ ഉണ്ടെങ്കിൽ തലമുറകൾ ഇതിൻ്റെ നന്മ അനുഭവിക്കും. നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുപാട് കേട്ടു. യേശുവിൻ്റെ ക്രൂശ് ചുമന്നു കൊടുത്ത ഒരു ശിമോൻ ഉണ്ടല്ലോ. ശിമോനെ, നിനക്ക് തൽക്കാലം ഒരു പ്രതിഫലം തരുവാൻ യേശുവിന് ഒന്നുമില്ലായിരുന്നു. തൻ്റെ ആട്ടിൻ്റെയും തുപ്പിൻ്റെയും ഭാഗം കൂടെ നീ അനുഭവിച്ചു കാണും. നിന്റെ ശരീരത്തിൽ രക്തം പുരണ്ടിരിക്കാം. പക്ഷെ നിനക്ക് 2 മക്കളുണ്ടല്ലോ, അവർ ക്രിസ്തുവിൽ പ്രസിദ്ധരാകും. ദേശത്തെ ഗവർണർ ലെവൽ വരെ ഉയർത്തുവാൻ ആത്മലോകത്തിൽ ഉള്ളിടത്തോളം 2000 ശിഷ്ടം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും പുകഴ്ത്തിപ്പാടുന്ന പേരുകളാണ്. രൂഫസിന്റെ പേര് ഹല്ലേലൂയ, ക്രിസ്തുവിൽ പ്രസിദ്ധരാക്കി ചിലതിനെ ഒന്ന് പണിയുവാൻ സ്വർഗത്തിന് തിരിഹിതമായി എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും പ്രതിഫലം തരുവാൻ കഴിയുന്നവൻ, പ്രതിഫലം കൊടുത്ത് മാനിക്കുന്നവൻ. നിത്യതയിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുവാൻ. പ്രൈസ് ദ ലോർഡ്. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കുവാൻ. കമ്പനി ഓണറല്ല, ഇവിടുത്തെ നിരൂപകന്മാരല്ല അവന്മാരാ കരയിപ്പിച്ചത്, അവരാരുമല്ല. നിത്യനായ ദൈവം തന്നെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുവാൻ. സ്വർഗത്തിലെ ദൈവം മുട്ടിന്മേലിരുത്തി അമ്മ കുഞ്ഞിനെ ലാളിക്കുന്നത് പോലെ ലാളിക്കുവാൻ, തൃക്കരം എൻ്റെയും നിങ്ങളുടെയും മേൽ നീട്ടുവാൻ തീരുമാനിച്ചവനായ ദൈവം പ്രതിഫലം കൊടുത്തു മാനിക്കുവാൻ, വന്നുപോയ നഷ്ടത്തിന് പ്രതിസന്ധി വരുത്തുവാൻ. ഇന്നലെ ഞാൻ കേരളത്തിലുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ഞാൻ വളർന്ന പഴയ വീടിൻ്റെ അടുക്കൽ ഒന്ന് പോയി കാണാൻ സാധിച്ചു.
അവിടെ അപ്പടി കാട് പിടിച്ച് കിടക്കുക. പക്ഷെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു. ഇവിടെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ എൻ്റെ അനിയനോടും കൂടെ അവൻ്റെ മോനും എല്ലാവരും ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു വലിയ മരുതി ഉണ്ടായിരുന്നല്ലോടാ, ഇപ്പോൾ അതിവിടെ കാണുന്നില്ല. അവൻ പറഞ്ഞു അതെല്ലാം പണ്ടേ പോയി, എത്ര വർഷം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ സ്നാനപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ആ മരുതിയെ ചാരിയിരുന്നാടാ ഞാൻ കരഞ്ഞത്. അതിലെ ഒരു നടവഴി ഉണ്ടായിരുന്നു, ആ വഴിയല്ല ഇപ്പോൾ കാട് കയറി കിടക്കുക. ആ മരുതിയെ ചാരിയിരുന്നാടാ ഞാൻ കരഞ്ഞത്. അവൻ പറഞ്ഞാൽ പണ്ട് ഇവിടെ ഒരു മരുതി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ അതാ, അതിൻ്റെ ചുവട്ടിലാണ് ആദ്യത്തെ പ്രവചനദൂത് ഞാൻ കേട്ടത്. കുഞ്ഞിൻ്റെ ആയുസ്സിൽ കുഞ്ഞൊരു പട്ടാളക്കാരനാകും. ദൈവത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഒരുപോലെ യുദ്ധം ചെയ്യുന്നൊരു പട്ടാളക്കാരനാകും. ആ ദൂത് ഞാൻ ആദ്യം കേൾക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പ്രവചനം കേൾക്കുന്നത് ആ മരുതിയെ ചാരിയിരുന്ന് കരയുമ്പോഴാണ്. പ്രതിഫലം തന്ന് മാനിച്ച ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പിശാചൻ നിനക്ക് അസൂയ കാണും, അത് തമ്പുരാൻ ചോദിക്കാറില്ല. പിശാചൻ നിനക്കിഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചെറുതിലും വലുതിലും വിശ്വസ്തനായ ദൈവം പ്രതിഫലം തരേണ്ടവർക്ക് പ്രതിഫലം തന്ന് മാനിപ്പാൻ കാണാതെ പോയതിനെ തേടി വന്നതാ. കാര്യം നിങ്ങളെ തകർത്തത് പൈശാചിക സാമ്രാജ്യമാ, നിങ്ങളെ തകർത്തത് പൈശാചിക സാമ്രാജ്യമാ. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ അറിവോടെയാണെങ്കിലും അനുവാദത്തോടെയാണെങ്കിലും പരീക്ഷിച്ചത് പൈശാചിക ലോകമാ. അവിടെ നിന്ന് വീണ്ടെടുക്കുവാൻ വേറൊരു മണ്ഡലം ഇവിടെ ഉണ്ട്. രണ്ട് സാമ്രാജ്യങ്ങൾ. അതിൻ്റെ മൂന്നാം ഭാഗത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. തെളിയിക്കപ്പെടുന്നവരെ തന്നോടൊപ്പം ഇരുത്തി തൻ്റെ മണവാട്ടിയായി സൂക്ഷിക്കുവാൻ. ഇതെല്ലാം ഒരു ആവറേജ് കാറ്റഗറിക്കുള്ളതാണ്, ബിലോ ആവറേജ് അല്ല. അവർക്ക് ഇതൊന്നും കിട്ടത്തില്ല. ഒരു ആവറേജ് കാറ്റഗറിയോടുള്ള ദൂതുകളായത്. എന്നാൽ ഇതിനകത്തുനിന്ന് ചിലതുണ്ട്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇവയൊന്നുമില്ലാതെ നിഷ്കളങ്ക മണവാട്ടിയായി കർത്താവിന് വേണ്ടി ഓടുന്നവർ, ലോകത്തിൻ്റെ സകല മാലിന്യങ്ങളും വിട്ടോടുന്നവർ, സകലതിലും പഥ്യം ആചരിക്കുന്നവർ, സകലതിലും നേരെ നടക്കുന്നവർ, അവരാണ് തെളിയിക്കപ്പെടുന്നവർ. അവരെ അനേക പരിശോധനകളിലൂടെ കടത്തിവിട്ട്, അനേക പ്രതിസന്ധികളിലൂടെ കടത്തിവിട്ട്, പ്രതിസന്ധിക്ക് വേണ്ടി സാത്താനെ അനുവദിക്കും. ദാറ്റ്സ് ഇറ്റ്. ദൈവം ഒരിക്കലും പ്രതിസന്ധി കൊടുക്കത്തില്ല, സാത്താനെ അനുവദിക്കും. അങ്ങനെയുള്ള അനേക പ്രതിസന്ധികളിലൂടെ കടത്തിവിട്ട് തെളിയിക്കപ്പെട്ടവർക്കായി സ്തോത്രം. പഥ്യം എന്ന വാക്കിന് സിസ്റ്റർ മേരി കോവൂർ പറഞ്ഞ, നമ്മൾ പഥ്യോപദേശമാണ്, പഥ്യത്തിൽ നമ്മുടെ ജീവിതത്തെ കാക്കേണ്ടവരാണ്, ക്രിസ്തുവിന് വേണ്ടി പഥ്യം ആചരിക്കുന്നവരാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സിസ്റ്റർ മേരി കോവൂർ ഉപയോഗിച്ച ഒരു ഉദാഹരണം എൻ്റെ ഓർമ്മയിലുണ്ട്. എന്നും വീടുകളിൽ പോയി നെല്ല് കുത്തിക്കൊടുത്ത് അന്നന്നത്തെ ആഹാരത്തിനുള്ള വകയുണ്ടാക്കുന്ന ഒരമ്മച്ചി ഉണ്ടായിരുന്നു. ഒരാഴ്ചയായി ഈ അമ്മച്ചി എങ്ങും നെല്ലുകുത്താൻ പോകുന്നില്ല. നെല്ലുകുത്തിയെങ്കിൽ മാത്രമേ അവർക്ക് ജീവിതത്തിനുള്ളതുള്ളൂ, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ അമ്മച്ചി ഒരു നാഴി അരി കടം ചോദിക്കാൻ ഒരു വീട്ടിൽ കയറി ചെന്നു. വൈകിട്ടത്തേക്ക് അത്താഴം വെക്കാൻ വീട്ടിലൊന്നും ഇല്ല. അതുകൊണ്ടൊരു നാഴി അരി, അന്നത്തെ അളവും കണക്കുവാണേ, ഒരു നാഴി അരി കടം തരണമെന്ന് പറഞ്ഞൊരു വീട്ടിൽ ചെന്നു. അവർ പറഞ്ഞു, ഇവിടെ നെല്ലുകുത്തിയിട്ട് ദിവസങ്ങൾ എത്രയായി, നീ എന്നെ കാണുന്നില്ലല്ലോ, വാ വന്ന് നെല്ലുകുത്ത്, എന്നിട്ട് നിൻ്റെ പദവും കൊണ്ട് പോക്കോ, നിനക്ക് നാഴിയൊന്നും അല്ല, അതിൽ കൂടുതൽ കിട്ടും, നിനക്ക് കൊണ്ടുപോകാമല്ലോ. അപ്പം ആ സ്ത്രീ തിരിച്ചു പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഞാനൊരു മരുന്ന് കുടിച്ച് പഥ്യം ഇരിക്കുക. ഞാൻ സാധാരണ ചെയ്തു വരുന്ന ജോലി നെല്ലുകുത്താണ്, പക്ഷെ പഥ്യത്തിൽ നെല്ലുകുത്ത് നടക്കത്തില്ല. ഇന്ന് പകൽ പഥ്യമുള്ളവർക്കായി സ്തോത്രം. സാധാരണ ചെയ്യുന്ന പലതും അവരെ കൊണ്ടൊക്കത്തില്ല. തെളിയിക്കപ്പെടുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. അവരെ തൻ്റെ കൂടിരുത്തി തൻ്റെ മണവാട്ടിയാക്കി അംഗീകരിപ്പാൻ യേശു തേടുക. കേവലം മരച്ചുവട്ടിലും മരമുകളിലും മാത്രമല്ല, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കാണാതെ പോയതിനെ തേടുകയാ. ഇത് പോയിരിക്കുന്നത് പൈശാചിക ലോകത്തിലാ, ഇത് പോയിരിക്കുന്നത് ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിലാ. ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് ഇതിനെ തിരികെ പിടിച്ച് വെളിച്ചത്തിൻ്റെ സാമ്രാജ്യത്തിലാക്കുവാൻ തേടുന്നവനായ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്ത് തേടിക്കൊണ്ടിരിക്കുക. ഈ ശബ്ദപരിധിയിൽ തേടുകയാ. കണ്ടുകിട്ടുന്നവരെ ഉദ്ധരിക്കുന്നവനായ ദൈവം. ഇവിടം കൊണ്ട് തീർന്നില്ല ഈ ആത്മലോകത്തിൻ്റെ സമരം, യുദ്ധം. വെളിപ്പാട് പുസ്തകം 5:5 അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ കാണുന്ന
7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ചില വർഷങ്ങൾക്ക് മുൻപേ ഡീറ്റെയിലായി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. 100 വ്യാഖ്യാനങ്ങൾ അതിനുണ്ടെന്ന് വരാം. പക്ഷെ അതിൻ്റെ ബേസിക് അടിസ്ഥാനപരമായത് ഈ ഭൂമിയുടെ ടൈറ്റിൽ ഡീഡാണ്, ഈ ഭൂമിയുടെ തീറാധാരമാണ്. ആദമിനെ കളിയാക്കി പിടിച്ചു പറിച്ച്, അവനെക്കൊണ്ട് പഴം തീറ്റിച്ച്, എന്നെക്കൊണ്ടും നിങ്ങളെക്കൊണ്ടും തൽക്കാലത്തേക്ക് ആവശ്യമുള്ള പഴം തീറ്റിച്ച് കരസ്ഥമാക്കിയത് ഭൂമിയുടെ ടൈറ്റിൽ ഡീഡാണ്. നോഹയുടെ കാലത്ത് മനുഷ്യൻ്റെ ശരീരത്തെ കളറടിച്ചും, നിമ്രോദിൻ്റെ കാലമായപ്പോഴേക്ക് ആഭിചാര ശക്തികളാൽ ആകാശത്തിൽ വ്യാപരിക്കുന്ന ശക്തികളെ നിയന്ത്രിക്കാമെന്ന് കണ്ടുപിടിക്കുകയും ചെയ്ത് പല രീതികളിൽ 7 മുദ്രയും, 7 എന്നുള്ളത് പൂർണ്ണസംഖ്യ, എല്ലാ മണ്ഡലത്തിലും മുദ്രയിട്ട് ഇതെൻ്റേതാണെന്ന് യേശുവിനോട് സ്വയം പറയത്തക്കവണ്ണം ലൂസിഫർ വളർന്നെങ്കിൽ ആ പുസ്തകത്തിൻ്റെ മുദ്ര പൊട്ടിക്കും മോനെ, ആ പുസ്തകം തിരിച്ചെടുക്കും, ആ പുസ്തകം തിരിച്ചെടുക്കും. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ കാണുന്ന 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകത്തിന് അനേക വ്യാഖ്യാനങ്ങളുണ്ട്. അതിലെ ബേസിക്കലി അടിസ്ഥാനപരമായത് ഈ ഭൂമിയുടെ ടൈറ്റിൽ ഡീഡാ. ഇത് നിൻ്റേതല്ല. നീക്കേണ്ടവനെ നീക്കി, തിരിച്ചെടുക്കേണ്ടവൻ തിരിച്ചെടുത്തിരിക്കും. യേശു ഒരിക്കൽ പറഞ്ഞൊരു യജമാനൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ കുറെ കുടിയന്മാരെ ആക്കി. തക്ക സമയമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങുവാൻ തേണ്ട വേലക്കാരെ അയച്ചു. കുടിയന്മാർ വേലക്കാരെ കളിയാക്കി അയച്ചു. അങ്ങനെ പല പ്രാവശ്യം. യേശു പറഞ്ഞു, ഇത് പ്രവാചകന്മാരെ കുറിക്കുന്നതാ, എം.എ. വർഗീസിനെയും കൂടെ കുറിക്കുന്നതാ. തിരിച്ചുതാ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടിയന്മാരുടെ അടുക്കൽ വന്നു. അവരെ അപമാനിച്ചു, കളിയാക്കി, പരിഹസിച്ചു, തിരിച്ചുവിട്ടു. യേശു പറഞ്ഞു, ഒടുവിൽ രാജാവ് തൻ്റെ സ്വന്തം മകനെ അയച്ചു. അത് യേശുവിൻ്റെ കാര്യമാണ്. അവനെ കൊന്നുകളഞ്ഞു. ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ ശരിയാകും. കൊന്നുകളഞ്ഞു. കർത്താവ് പറഞ്ഞു, ഇതുകൊണ്ടൊന്നും തീർന്നില്ല, യജമാനൻ സൈന്യത്തെ അയക്കും. ആ വല്ലാത്ത കുടിയന്മാരെ നിഗ്രഹിച്ച ശേഷം തോട്ടം തിരിച്ചെടുക്കും. ഈ ഭൂമിയുടെ നന്മ, ഇതിൻ്റെ അനുഗ്രഹങ്ങൾ, പ്രതിഫലം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വകയാ. കാര്യം തൻ്റെ സൃഷ്ടിയായത്. പക്ഷെ തിരിച്ചു കൊടുക്കാതെ വണ്ണം ഇന്ന് പിടിച്ചു വച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ അവസാനം അതിൻ്റെ മുദ്രകൾ പൊട്ടിച്ച് വീണ്ടെടുക്കുന്ന ആ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്നതാ. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യം ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാകുവോളം വാഴേണ്ടതാണ്. ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ് വരെ നടക്കും. ഈ ഭൂമിയെ വീണ്ടെടുത്താൽ സഹസ്രാബ്ദ യുഗത്തിൽ കർത്താവിൻ്റെ ഭക്തന്മാരായ ദൈവജനം 12 സിംഹാസനങ്ങളിൽ അപ്പോസ്തലന്മാരിരുന്ന് ഈ ഭൂമിയെ ന്യായം വിധിക്കും എന്ന് മറക്കരുത്. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പോരാട്ടം അനുഭവിക്കുന്ന ദൈവ പൈതലേ, പിശാച് പോരാടി എന്ന് പറയുന്ന ദൈവ പൈതലേ, നിങ്ങൾ ദൂതന്മാരെ ന്യായം വിധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുപ്പിന്റെ വില വലിയവാ. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ വന്നത്. പൈശാചിക സാമ്രാജ്യം തട്ടിക്കൊണ്ടുപോയ വീണുപോയ ജനതയെ, ഞാൻ പറഞ്ഞല്ലോ, വഴിതെറ്റി തീറ്റി കടിച്ചു പോയതിനെ, ആടിനെ കാണാതെ പോയതാ. അമ്മ വിളക്ക് കത്തിക്കഞ്ഞതുകൊണ്ട്, വീട് അടിച്ചു വാരഞ്ഞതുകൊണ്ട്, അമ്മയുടെ സൂക്ഷ്മക്കുറവ് കൊണ്ട് ഓരോ ഏരിയയുടെ ലീഡേഴ്സ് ശ്രദ്ധിച്ചോണം. ചർച്ചിൻ്റെ ലീഡർഷിപ്പ് നിൽക്കുന്നവർ ശ്രദ്ധിച്ചോണം. നമ്മുടെ വീഴ്ചകൾ കൊണ്ട്, നമ്മുടെ കഴകക്കേട് കൊണ്ട് കാണാതെ പോയ ചില ദ്രമ്മകൾ ഉണ്ടെങ്കിൽ സ്വർഗത്തിന് അതിനെ തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് വിളക്ക് കത്തീര്, ഇത് നമ്മുടെ ജോലിയാ. വിളക്ക് കത്തീര്, അടിച്ചുവാര്, ദ്രമ്മയെ തിരിച്ചു കൊണ്ടുവരണം. 3 ഉദാഹരണങ്ങൾ പറഞ്ഞു. മുടിയംപുത്രൻ പോയവൻ, അവന് തിരിച്ചു വരട്ടെ, അവനെ അംഗീകരിക്കും. ഇതിനിടയ്ക്ക് അവനെ തപ്പി ആരും പോയിട്ടില്ലെന്നറിയാവൂ. ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മുടിയംപുത്രനെ തപ്പിപ്പോന്നൊരു സിസ്റ്റം ദൈവത്തിനില്ല. ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ചർച്ചിൽ പോയിട്ട് 3 ആഴ്ചയായി, പാസ്റ്റർ ഇതുവരെ എന്നെ തിരക്കി വന്നില്ല. എൻ്റെ പൊന്നു മോനെ, കാണാതെ പോയ ആടിനെ തേടുമെടാ, മുടിയംപുത്രനെ തേടി അപ്പൻ പോയില്ല. നല്ല കാലത്തിന് നീ ഗുണപ്പെട്ട് കിട്ടിയാ വാ, ഗുണപ്പെട്ട് കിട്ടിയാ വാ, അപ്പൻ അംഗീകരിക്കും. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. വിത്തിൻ ലിമിറ്റ്സ്, ബിയോണ്ട് സ്കോപ്പ് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ബിയോണ്ട് സ്കോപ്പ് ഒന്നും ചെയ്യാനൊക്കത്തില്ല. സ്ഥിരമായി നഷ്ടപ്പെട്ടവരുണ്ട്. നമ്മളൊരു 2-3 സെക്ഷൻ കൂടെ കഴിയുമ്പോൾ അവിടെ എത്തിയേക്കാം. ഒരിക്കൽ പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷിക്കാരൻ അനുയുക്തമായ ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നെങ്കിൽ അനുഗ്രഹിക്കപ്പെടും.
അന്നും മുള്ളും പറക്കാരെയുമാണ് മുളപ്പിക്കുന്നതെങ്കിൽ വീണ്ടെടുക്കപ്പെടത്തില്ല, ചുട്ടുകളയും, മറക്കരുത്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. വീണ്ടെടുക്കാവിൻ്റെ പരിധി വരെ പോകുന്നവരെ ഞാനിവിടെ നിർത്തുകയാണ് ഇന്ന്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത സെക്ഷനുകൾ തുടരാം. വീണ്ടെടുപ്പിനൊരു പരിധിയുണ്ട്. ആ പരിധി വരെ പോയതിനെ വീണ്ടെടുക്കും. മോനെ യൂദ, നിന്നെ വീണ്ടെടുക്കാൻ ഒക്കത്തില്ലടാ. നിനക്ക് 3 അവസരങ്ങൾ അന്തിമമായി തന്നതാ. ആണ്ട അത്താഴത്തിന് വന്നിരുന്ന കൂട്ടത്തിൽ നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ഈ തൂറ്റം മുഴുവനും പ്ലാൻ ചെയ്തത്, മടങ്ങി വരുന്നുവെന്ന് പറഞ്ഞ് ആ രാത്രിയിൽ അനുതപിച്ച് യേശുവിൻ്റെ പാദത്തിൽ മുട്ടുകുത്തിയിരുന്നെങ്കിൽ യൂദാ, നീ രക്ഷപ്പെട്ടേനെ. 2, എന്നോടുകൂടെ കൈ താലന്തിൽ മുക്കുന്നവനാണെന്ന് പറഞ്ഞ് നീ മുക്കിയപ്പോൾ നീ ഓർക്കേണ്ടതായിരുന്നു. അന്ന് കയ്യിൽ നിന്ന് അപ്പം വാങ്ങിച്ചുകൊണ്ട് നീ പോയ പോക്കല്ലേ. അവിടെങ്കിലും നീ തിന്നുന്നതിന് പകരം ക്രിസ്തുവിൻ്റെ കാൽക്കൽ വീഴേണ്ടവനായിരുന്നു. ഞാനാകുന്നോ കർത്താവേ എന്ന് നേരിട്ട് ചോദിച്ചപ്പോൾ നീ തന്നെ എന്ന് പറഞ്ഞ ഇന്ന് പലർക്കും മനസ്സിലാകുന്നുണ്ട്. ഇതിനകത്തും വെളിയിലും എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നോടായി സംസാരിക്കുന്നത്. അതേ യൂദാ, നിന്നോടാ. നിനക്ക് അന്നേരത്ത് മനസ്സാന്തരപ്പെടാമായിരുന്നു. ആ ലിമിറ്റ് പോയടാ. ലിമിറ്റിൻ്റെ വെളിയിൽ പോയാൽ എന്നേക്കും നഷ്ടപ്രായമായി. പത്രോസ് തെറ്റിയതല്ലേ? ഞാൻ അവനെ അറിയുന്നില്ല, കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതല്ലേ? പക്ഷെ യേശു അവനെ തിരിഞ്ഞൊന്ന് നോക്കിയപ്പോൾ ശബ്ദം പോലും ഇല്ലായിരുന്നല്ലോ. ആ യേശുവിൻ്റെ കൺമുനയും പത്രോസിൻ്റെ കൺമുനയും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ അനുതാപത്തോടെ പോയി അതിദുഃഖത്തോടെ കരഞ്ഞ പത്രോസെ, അങ്ങയെ വീണ്ടെടുത്തില്ലേ? പിന്നാണോ ഈ യൂദാ? വീണ്ടെടുപ്പിൻ്റെ പരിധികൾക്ക് വെളിയിൽ പോയതിൻ്റെ കാര്യമല്ല പറഞ്ഞത്. അല്ലാത്തതിനെ ഓക്കെ, ഞാൻ ഇവിടെ നിർത്തിക്കോട്ടെ. അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാണ്. ഈ ഭൂമിയെ വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയ യേശുവിനുണ്ട്. സ്തോത്രം. കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിശുദ്ധന്മാരുമായി ചേർന്ന യുദ്ധം ചെയ്യുന്നെന്ന് പറഞ്ഞ് ഇന്നത്തെ ഇടം നിർത്തും. എൻ്റെ ടൈമായി. കുഞ്ഞാട് ഒറ്റയ്ക്കല്ല യുദ്ധം. ആത്മലോകത്തിൻ്റെ യുദ്ധം, വീണ്ടെടുപ്പ് നമ്മളോട് ചേർന്ന മനുഷ്യനെ വീണ്ടെടുപ്പാൻ മറുവിലയായി രക്തം ചിന്തി യേശുവിനായി. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 17-14 അവർ കുഞ്ഞാടിനോട് പോരാടും. ഈ ഇരുട്ടിൻ്റെ ലോകത്തിൻ്റെ അധിപതികൾ അവർ കുഞ്ഞാടിനോട് പോരാടും. തൻ കർത്താധികർത്താവും രാജാധിരാജാവും ആകെ കൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. കുഞ്ഞാട് ഒറ്റയ്ക്കല്ല ജയിക്കുന്നത്, വിശ്വസ്തയോടെ സേവിക്കുന്ന നമ്മെ കൊണ്ടാ. നിങ്ങളാണ് പടയാളികൾ. അടുത്ത സെക്ഷനിൽ നമ്മൾ അങ്ങോട്ടാണ് കയറാൻ പോകുന്നത്. പാർട്ട് 4-ൽ നമ്മൾ അങ്ങോട്ട് കയറും. നിങ്ങളാണ് പടയാളികൾ, നിങ്ങളാണ് യുദ്ധവീരർ, നിങ്ങളാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നവർ. നിങ്ങളുടെ കയ്യിലാണ് ആയുധം, എൻ്റെ നാവിന്മേലാണ് അധികാരം. നിങ്ങളുമായി അവർ കുഞ്ഞാടിനോട് പോരാടും. എതിർ ക്രിസ്തു കുഞ്ഞാടിനോട് പോരാടും. ഇരുട്ടിൻ്റെ സാമ്രാജ്യം പോരാടും. തൻ കർത്താധികർത്താവും രാജാധിരാജാവും ആകെ കൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. വി ആർ വിത്ത് ക്രൈസ്റ്റ് ആസ് ഫെയ്ത്ത്ഫുൾ. നിങ്ങളും ഞാനും ക്രിസ്തുവിനോടുകൂടെ യുദ്ധം ചെയ്യേണ്ടവരാ. ആവറേജ് അല്ല. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തുവെന്ന് പൗലോസ് വിശ്വസ്തയോടെ വിളിച്ചു പറയുന്നത് എൻ്റെ നിങ്ങളുടെയും കാര്യമാണ്. കുഞ്ഞാട് ജയിക്കുന്നത് എങ്ങനെയാണ്? തന്നോട് കൂടെയുള്ള വിശ്വസ്തന്മാരെ ചേർത്തുകൊണ്ടാണ്. ഇന്ന് പകൽ ആ കൂട്ടത്തിലേക്കാണ് നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ വിളിക്കപ്പെട്ടവരാ. കുഞ്ഞാടിനോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാ. അതിനുവേണ്ടി നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. കണ്ണുകളടയ്ക്കാം. ഇന്നത്തെ ഇടം ഞാൻ ഇവിടം കൊണ്ട് ഇത് നിർത്തട്ടെ. കണ്ണുകളൊന്ന് അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, തൃക്കരങ്ങളിലേക്ക് ഞാൻ അടിയങ്ങളെ ഏൽപ്പിക്കുന്നു. കാണാതെ പോയി ഇതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ ഇറങ്ങി വന്ന ദൈവപുത്ര, പൈശാചിക സാമ്രാജ്യം, ഇരുളിൻ്റെ സാമ്രാജ്യം പിടിച്ചുകൊണ്ടുപോയ, അടക്കി വച്ചിരിക്കുന്ന, കാണാതെ പോയ
ഈ ജനത്തെ വീണ്ടെടുക്കുവാൻ ഇറങ്ങി വന്ന് വില മുടക്കിയ ദൈവപുത്ര, ഞങ്ങളെയും അധികാരപ്പെടുത്തിയ ദൈവപുത്ര, ഓ ഈ പകലടിയങ്ങളെ തൃക്കരങ്ങളിൽ താഴ്ത്തുന്നു. അടിയങ്ങളെ സഹായിക്കണമേ. ദൈവകൃപ ഞങ്ങളുടെ മേൽ ഇരിക്കണമേ. ദൈവ സാന്നിധ്യം ഞങ്ങളോടുകൂടെ കാണണമേ. വിശ്വസ്തരായിരിക്കാൻ, യുദ്ധത്തിൽ അങ്ങേ ജയത്തിലേക്ക് നയിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയ്ക്ക് വേണ്ടി പടപൊരുതുവാൻ പോരാളികളാക്കിയതിനായി സ്തോത്രം. ക്രിസ്തുവിൽ ജയവീരന്മാരായി പടയാളികളാക്കി ഞങ്ങളെ നിർത്തിയെന്ന് ഞങ്ങൾക്കറിയാം. തെരുവിലും മരുവിലും വഴിയിലും പുഴയിലും രക്ഷയുടെ സുവിശേഷം, പൂർണ്ണതയുടെ സുവിശേഷം പ്രസംഗിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ. വീണ്ടെടുക്കപ്പെട്ടവരെ അങ്ങയോടൊപ്പം നിർത്തുവാൻ പോകുന്ന ദൈവകൃപയ്ക്കും കരുണയ്ക്കുമായി നന്ദി. മുഴുമഹത്വവും അങ്ങേക്ക്. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ജനം വാഴ്ത്തപ്പെടട്ടെ. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.